പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ളവരും ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷൻ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പ്രാർത്ഥനയോടെ തുടങ്ങാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തോത്രം. അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് പിന്നെ ഒരു നല്ല സെഷനുമായി കടന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിക്കണം. ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുന്ന കർത്താവ് പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ പ്രിയമകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരണം. പ്രത്യേകമായി കർത്താവെ ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണം. കർത്താവെ സഹായിച്ചാട്ട് ദൈവയാൽ നിറച്ചാട്ട് വൻകാര്യങ്ങളെ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇന്ന് നമ്മളോടൊപ്പം കർത്താവ് നടത്തിയ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് തൊടുപുഴയിൽ നിന്ന് പ്രിയ സിസ്റ്റർ തിലകറാണിയാണ്. നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് പ്രിയ സിസ്റ്റർ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. തൊടുപുഴയിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നല്ലേ? ഓക്കെ. അന്നേരം നമുക്കൊന്ന് പരിചയപ്പെടാം. എവിടെ ജനിച്ചു വളർന്നത്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്കൊന്ന് പറയാം. ഞാൻ ജനിച്ചു വളർന്നത് കൊഴുത്തുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കല്യാണം കഴിച്ച് വന്ന് തൊടുപുഴയിലാണ്. അപ്പ ഉണ്ട്, അമ്മ മരിച്ചുപോയി, ആങ്ങള ഉണ്ട്, അനിയത്തി. ശരി. ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ വിശ്വാസമൊക്കെ എങ്ങനെയായിരുന്നു ചെറിയ പ്രായത്തില്? ചെറിയ പ്രായത്തില് ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന. ശരി. എനിക്ക് തോന്നുന്നു ഒരു ശ്രീലങ്കൻ പശ്ചാത്തലമുണ്ടല്ലോ അല്ലേ? ശ്രീലങ്കയിൽ അമ്മയും വന്നത്. അപ്പയമ്മയും ശ്രീലങ്കയിൽ നിന്ന് വന്നവരാ. അതായത് ഈ പണ്ട് ഒത്തിരി ശ്രീലങ്കയിൽ നിന്ന് ആ പ്രശ്നങ്ങളുടെ ഒക്കെ സമയത്ത് ഇന്ത്യയിലേക്ക് വന്ന കൂട്ടത്തിലുള്ളത് അല്ലേ? എത്ര വർഷമായി അവര് ഇന്ത്യയിൽ വന്നിട്ട്? അവര് 78-ലാണ് കേരളത്തിൽ വന്നത്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ പുനലൂര്, വിളക്കുപാറ, അഞ്ചൽ ഈ ഭാഗത്തൊക്കെ ഒത്തിരി ശ്രീലങ്കയിൽ നിന്ന് വന്നവരെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പ്ലാന്റേഷൻസ് അല്ലയോ? കാപ്പി. ഓക്കെ. നമ്മുടെ കൊളുത്തുപുഴയും അങ്ങനെ ഒരു സ്ഥലമായിരുന്നോ? കൊളുത്തുപുഴയില് ഒരുപാട് ആൾക്കാരുണ്ട്. പൂക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് കോളനി ആയിട്ട് അങ്ങനെ വിഭാഗിച്ചിട്ടുണ്ട്. ശരി. ഞാൻ ഈ അഞ്ചലപ്പുറം വിളക്കുപാറയാണോ വിളക്കുവട്ടമാണോ ഒരു സ്ഥലത്ത്, വിളക്കുപാറ, അവിടെ ഒരു AGയുടെ ചർച്ചിൽ പോയത് ഓർക്കുന്നു. അവിടെ ആ സഭയിലെ നല്ലൊരു പങ്ക് ആളുകൾ ഈ പറഞ്ഞതുപോലെ ശ്രീലങ്ക ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. സിസ്റ്റർ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയണം കേട്ടോ. ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കേൾക്കണം. അപ്പയും അമ്മയും ഒക്കെ എങ്ങനെയാണ് വിശ്വാസത്തിൽ വന്നത്, അല്ലെങ്കിൽ അവരൊക്കെ എങ്ങനെയാണ് അവരുടെ ശ്രീലങ്കയിൽ നിന്നുള്ള ഇന്ത്യയിലോട്ടുള്ള ആ ഒരു ഓടിപ്പോക്കെന്ന് വേണമെങ്കിൽ പറയാം. ആ അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം കേട്ടോ. ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. സിസ്റ്റർക്ക് സമയം തരിക, കണ്ടിന്യൂ ചെയ്യുക. അത്യാവശ്യം ഉണ്ടെങ്കിലേ ഇടയ്ക്ക് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ശരി. ഞാൻ ജനിച്ചു വളർന്നത് കൊഴുത്തുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത്, പൂക്കാട്. അതിനകത്ത് കോളനിയായിട്ട് വിഭാഗിച്ചിട്ടുള്ള 9B കോളനി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അപ്പയമ്മയും ക്രിസ്തുവിനെ അറിഞ്ഞവരല്ല, ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരാണ്. അപ്പ ശ്രീലങ്കൻ കുടുംബത്തിൽ നിന്ന് വന്നതാ. അമ്മയും അതേപോലെ തന്നെയാണ്. 78-ലാണ് അവർ ശ്രീലങ്കയിൽ നിന്ന് കേരളത്തിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അതായത് 78-ലാണ് അപ്പയും അമ്മയും വിവാഹം കഴിച്ചത്. ശ്രീലങ്കയിൽ നിന്ന് വന്നതുകൊണ്ട് അവർ ശ്രീലങ്കയിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കാൻ അങ്ങനെ രണ്ടുപേരും അങ്ങനെ കല്യാണം കഴിച്ചതാണ്. അങ്ങനെ 78-ല് 9B കോളനിയില് താമസം തുടങ്ങി. 2 വർഷം കുഞ്ഞുങ്ങളില്ലാതെ ഉണ്ടായതാണ് ഞാൻ. എനിക്ക് ഒരു അനിയനും ഒരു അനിയത്തിയും ഉണ്ട്. അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഫാമിലി. എങ്കിലും ചുറ്റപ്പണം നമ്മുടെ അപ്പയുടെ കൂടെ ജനിച്ചു വളർന്ന 4 സഹോദരന്മാരുണ്ട്. അവർ 4 പേരും അപ്പയുടെ അമ്മയും അപ്പച്ചനും ഉണ്ടായിരുന്നു. അവര് അങ്ങനെ വലിയ കുടുംബമായിട്ട് ഒന്നിച്ച് താമസിച്ച് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു ഫാമിലിയാണ്. എങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും മൂത്ത ആള് ഞാനാണ്. അവര് ശ്രീലങ്കയിൽ നിന്ന് വന്നപ്പം അവർക്ക് അറിയാമത്ത ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ തമിഴും ശ്രീലങ്കൻ ഭാഷ സിംഗലം എന്ന് പറയുന്നത്. അങ്ങനെ ഈ 2 ഭാഷയെ അറിയത്തുള്ളൂ, മലയാളം അറിയത്തില്ല.
അവരവിടെ നിന്ന് വന്നപ്പം കേരളത്തിലാണ് നേരെ വന്ന് താമസം തുടങ്ങിയത്. അതുകൊണ്ട് മലയാളമായിട്ട് ഒരു സംസാരമൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എന്നെ കുഞ്ഞു പ്രായത്തിലെ തമിഴ്നാട്ടിൽ കൊണ്ട് പഠിപ്പിക്കാൻ വിട്ടു. കാരണം തമിഴുമായിട്ടാണ് ഒരു ഒത്തിരി കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് അങ്ങനെ തമിഴ്നാട്ടിലേക്ക് എന്നെ വിട്ടു. ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞാൽ 81-ലാണ്. അപ്പോഴും അമ്മയുടെ വിവാഹം കഴിഞ്ഞ് 2 വർഷത്തേക്ക് ഒരു കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് എന്നെ മുമ്പോട്ട് പോയി. ഞാൻ മൂത്ത പൈതല് 81-ലാണ് ഞാൻ ഉണ്ടായത്. അങ്ങനെ എന്റെ പഠനം പോയി തമിഴ്നാട്ടിലാണ് പഠനമൊക്കെ തുടങ്ങിയത്. അങ്ങനെ അവിടെ ചെന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കർത്താവിനെ അറിയാൻ ഒരു സാഹചര്യം ഉണ്ടായത്. അവിടുത്തെ ഞാൻ വീട്ടിലുള്ള കാര്യം ആദ്യം പറയാം. എന്റെ അപ്പ ശ്രീലങ്കൻ ഫാമിലിയിൽ നിന്ന് വന്നതും തമിഴ് സംസാരിക്കാൻ അറിയാം. എങ്കിലും അപ്പയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ നല്ല മദ്യപാനം കഴിക്കുന്ന ഒരു ഫാമിലിയായിരുന്നു. അപ്പൊ കുഞ്ഞിനാൾ മുതൽ തന്നെ എനിക്ക് ആ ഫാമിലിയില് ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞു പ്രായത്തിൽ തന്നെ എപ്പോഴും കുടിയും വഴക്കും സമാധാനം ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നത്. പക്ഷെ എന്റെ അപ്പൻ നല്ല ഒരു ഹിന്ദു ഭക്തനായിരുന്നു. എണ്ണ കുടിച്ചാലും എണ്ണ വലിച്ചാലും വലി നല്ലതുപോലെ കുടിക്കും, നല്ലതുപോലെ വലിക്കുന്ന ഒരാള്. എങ്കിലും അവൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആ വിശ്വാസത്തിൽ ഭയങ്കര ഭക്തൻ എന്ന് പറയാം. ആ ഒരു രീതിയിലാണ് ഞങ്ങളെ വളർത്തിയത്. മൂത്ത വയതിലായതുകൊണ്ട് എനിക്കും ആ രീതിയിൽ തന്നെ പോകാനിടയായി. ആദ്യ കാലഘട്ടം എന്ന് പറയുമ്പോൾ വിഗ്രഹത്തിന് മുമ്പിൽ വളരെ വേദനയോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പയുടെ മദ്യമാണ് മാറണം, വീട്ടിലൊരു സമാധാനം ഉണ്ടാവണം. എപ്പോഴും അമ്മയോട് വഴക്കുണ്ടാക്കും, അടിയുണ്ടാക്കും. അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അപ്പയുടെ. കുടിച്ചിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയില് ഞാൻ എവിടെ സമാധാനം എനിക്ക് കണ്ടെത്താൻ കഴിയും? എന്റെ അണിയനും അണിയത്തിയും അവർക്ക് അത്രയ്ക്ക് ഇതിന്റെ കുറിച്ച് ഒന്നും ചിന്തിക്കാനുള്ള കഴിവില്ലായിരുന്നു. ഞാൻ ആദ്യം ഉണ്ടായത് കൊണ്ട് ആദ്യമേ തൊട്ട് അമ്മയുടെ വേദനയും ദുഃഖവും കണ്ണീരൊക്കെ കണ്ടു വളർന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം എന്നുള്ള അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ കൂടി മുമ്പോട്ട് പോയി. തമിഴ്നാട്ടിൽ കൊണ്ട് എന്നെ ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ഹോസ്റ്റലിൽ കൊണ്ട് എന്നെ ചേർക്കുവാനിടയായത്. അവിടെ തൊട്ട് പഠനം തുടങ്ങിയപ്പോൾ ഞാൻ അമ്മയെ ഓർത്ത് ഒത്തിരി വേദനിക്കുമായിരുന്നു. കാരണം ഞാനുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു സപ്പോർട്ടുണ്ട്. ഞാനില്ലാതപ്പോ അമ്മയെ ഉപദ്രവിക്കുമല്ലോ, അടിക്കുമല്ലോ, വേദനിപ്പിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു രക്ഷ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല. ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നെങ്കിലും അവിടെ ഉള്ള ഹിന്ദു അമ്പലങ്ങളിലെല്ലാം ചെന്ന് ഞാൻ കണ്ണീരോട് പ്രാർത്ഥിക്കും. എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ ഒന്ന് രക്ഷപ്പെടുത്തണം, അമ്മയ്ക്ക് അടി പേടിക്കാതിരിക്കണം, അതുപോലെ തന്നെ അപ്പയുടെ മദ്യപാനത്തിൽ നിന്ന് പുകവലിയിൽ നിന്ന് പൂർണ്ണമായി ഒരു വിടുതൽ തരണം എന്ന് പറഞ്ഞ് എല്ലാ അമ്പലത്തിലും പോയി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ എൻ്റെ അമ്മയോടും അപ്പയോട് ചേർന്ന് സന്തോഷമായിട്ട് കഴിയുമെന്നുള്ള വളരെ ആഗ്രഹവും ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. എങ്കിലും എനിക്കത് അനുഭവിക്കാനേ കഴിഞ്ഞില്ല. കുഞ്ഞിനാളില് എന്നും വേദനയും ദുഃഖവും മാത്രമല്ല, അപ്പം മാത്രം കുടിക്കുന്ന ആളല്ല, വീട്ടിലുള്ള എല്ലാവരും തന്നെ കുടിക്കും. ചിറ്റപ്പന്മാരെല്ലാം ഉണ്ട്, അവർക്കെല്ലാം ഫാമിലി ഉണ്ടായിരുന്നു. ഇളയ ചിറ്റപ്പൻ മാത്രമേ ആ സമയത്ത് കല്യാണം കഴിക്കാത്തത്. ബാക്കി എല്ലാവരും കല്യാണം കഴിച്ചെങ്കിൽ കൂട്ടു ഫാമിലി ആയിട്ട് ഒരു തറവാട് എന്ന് പറയാം, അതുപോലെ ഒരു പിള്ളേരൊക്കെ ഉണ്ട്. ചിറ്റപ്പന്മാർക്ക് 3 പെൺപിള്ളേരുണ്ട്. എന്റെ വീട്ടില് ഞാനും അനിയത്തി, അങ്ങനെ 5 പെൺപിള്ളേർ ഒരേ വീട്ടിൽ കഴിഞ്ഞു കൂടിയതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് സമാധാനം ഇല്ല എന്നുള്ള ബാക്കിയുള്ളവർക്ക് കളിപ്രായം ആയതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ എനിക്ക് മാത്രം വല്ലാത്തൊരു ഭാരം. എങ്ങനെയെങ്കിലും ഈ സമാധാന ഇല്ലായ്മയിൽ നിന്ന് ഒരു സന്തോഷം, ഒരു സമാധാനം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ന് ഇത് വരും എന്നുള്ള മാത്രമല്ല, ഒരാളോട് പറയാൻ പറ്റില്ല. കാരണം അപ്പയ്ക്കും കുടിയാണ്, വീട്ടിലുള്ള ചിറ്റപ്പന്മാരും കുടിക്കും. ഒരു തമ്മിൽ കുടിച്ചിട്ട് ഒന്നെങ്കിൽ വീട്ടിന്റെ അകത്ത് വഴക്കുണ്ടാവും, ഇല്ലെങ്കിൽ പുറത്ത് ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടാണ് വീട്ടിലേക്ക് വീഴുന്നത്. അങ്ങനെ ടോട്ടലി അമ്മടത്തിൽ ഒരു സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാനിടയായത്. അവിടെ ചെന്നും എന്റെ പഠന കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നെങ്കിലും എന്റെ മനഭാരം മുഴുവനും വീട്ടിലായിരുന്നു. വീട്ടിലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും എൻ്റെ അമ്മയുടെ അവസ്ഥ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു സമാധാനം ഇല്ല. അങ്ങനെ ഒരു സമാധാനത്തെ അന്വേഷിച്ചു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ പ്രായത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹോസ്റ്റലില് കുറെ പിള്ളേരുണ്ടായിരുന്നു, ക്രിസ്ത്യാനി പിള്ളേർ. അവരൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഒരു 6 മണിയാകുമ്പോൾ ഒരു പ്രേയർ പാട്ടൊക്കെ പാടും.
വചനം വായിക്കും. 10 വാക്യങ്ങളെ വായിക്കുള്ളൂ. അങ്ങനെ വായിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആ വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിലുള്ള ഓരോ വാക്യങ്ങളും എനിക്ക് പറയുന്ന പോലെ എനിക്ക് തോന്നും. ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഞാൻ അല്ലാതെ എനിക്ക് യേശുവിനോട് ഒരു സ്നേഹം ഉണ്ടാവാനിടയായി. ആ സമയത്ത് ചെറിയ ബൈബിൾ, പുതിയ നിയമം, ആ ബൈബിൾ കൊണ്ടുവന്ന് അവരുടെ വിതരണം ചെയ്യുന്ന പാസ്റ്റർമാരൊക്കെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചാൽ യേശു എന്നെ സ്വീകരിക്കുമോ? യേശു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുടെ മുമ്പിൽ ഉള്ളിൽ കൊണ്ട് യേശുവിനെ സ്നേഹിക്കുവാണെങ്കിൽ എനിക്കൊരു സമാധാനം തരുമോ, എന്റെ ഫാമിലിക്ക് ഒരു സമാധാനം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആഗ്രഹത്തോട് ഞാൻ അവർ ആരോടും പറഞ്ഞില്ല. ഉള്ളിൽ എന്റെ ഹൃദയത്തിൽ വല്ലാതെ ഒരു സ്നേഹം യേശുവിനോട് അങ്ങ് തോന്നുവാനിടയായി. അങ്ങനെ ഞാൻ യേശുവിനോട് പറഞ്ഞു, ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ ദൈവങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ കോപിക്കുവോ എന്നുള്ള ഒരു പേടിയുണ്ട്. എങ്കിലും ഞാൻ യേശുവിനോട് രഹസ്യത്തിൽ ഇങ്ങനെ പറയുമായിരുന്നു, യേശു ദൈവമാണെങ്കിൽ എന്റെ കുടുംബത്തിന് ഒരു സമാധാനം തരാൻ പറ്റുമോ എന്നൊക്കെ രഹസ്യത്തിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, എങ്കിലും മനസ്സിൽ എന്റെ ഒരു ആഗ്രഹം അങ്ങനെ പറയുവാനിടയായി. ആരോടും പറഞ്ഞില്ല, മനസ്സിനുള്ളിൽ മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ കുറച്ചു നാൾ അങ്ങനെ പോയി. 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസം കുഞ്ഞുങ്ങളെല്ലാം ഒരു കൊച്ചിന് വയറുവേദന വന്നു. ആ കൊച്ചിന് വയറുവേദന വന്നപ്പോൾ അവര് ഇങ്ങനെ മരുന്ന്, രാത്രിയിലൊക്കെ ഹോസ്പിറ്റലിൽ പോകാനുള്ള സാഹചര്യം ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 4-5 പിള്ളേരെ ചേർന്ന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അവർ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് യേശുവിന്റെ രക്തം ഇത് സൗഖ്യമാക്കുന്ന രക്തമാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് അറിയാത്ത രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഞാൻ കാണുവാനിടയായി. അവർ പ്രാർത്ഥിച്ചിട്ട് ആ വെള്ളം കൊടുക്കുമ്പോൾ ആ കൊച്ചിന് പൂർണ്ണമായി സൗഖ്യമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വെള്ളം കഴിക്കുമ്പോൾ അത് പൂർണ്ണമായി സൗഖ്യമാകുന്നത് കണ്ടപ്പോൾ എനിക്കൊരു മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി, യേശു കർത്താവ് എന്റെ കുടുംബത്തിൽ ഒരു സമാധാനം തരുവാൻ കഴിയുന്ന ദൈവമാണ്. ഒരു പരീക്ഷണം എന്ന പോലെ ഞാൻ ദൈവത്തോട് പറഞ്ഞു. ആ പിള്ളേരോട് കൂടെ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഒരു ആഗ്രഹം തോന്നി. അപ്പൊ ഞാൻ എന്റെ വാർഡനോട് ചെന്ന് ചോദിച്ചു, എനിക്കും പ്രാർത്ഥനയ്ക്ക് പോകാൻ അനുവദിക്കാവോ എന്ന് ചോദിച്ചപ്പോ അവർ സമ്മതിച്ചില്ല. നീ ഒരു ഹിന്ദു അല്ലേ, നീ എന്തിനാ പ്രാർത്ഥനയ്ക്ക് പോകാൻ, ചുമ്മാ ചോദിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി ആദ്യം വിട്ടു. പിന്നെയും ഞാൻ രണ്ടാമതും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെയും ഞാൻ ചെന്ന് ചോദിച്ചു, പ്രാർത്ഥനയ്ക്ക് എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, ഞാൻ ഇവരുടെ കൂടെ പോട്ടെ എന്ന്. അവർ ആരാധനയ്ക്ക് പോകുമ്പോൾ അവരുടെ കൂടെ പോകാൻ ആഗ്രഹിച്ച് ഞാൻ അങ്ങനെ അവരുടെ കൂടെ പോകണമെന്ന് ആഗ്രഹിച്ച് അവരോട് ചെന്ന് ചോദിച്ചപ്പോൾ വാർഡൻ സമ്മതിച്ചില്ല. 2-3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ചു ചോദിച്ചപ്പം ആ വാർഡൻ ഒരു ബന്ധുവോസ് വിഭാഗത്തിൽപ്പെട്ട ഒരു മേഡമായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞ എന്റെ ആഗ്രഹം 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, എന്നാ പ്രാർത്ഥനയ്ക്ക് മാത്രമേ പോകാവൂ, എങ്ങോട്ട് മാറി പോകരുത്, പ്രാർത്ഥനയ്ക്ക് പോയിട്ട് നേരെ ഹോസ്പിറ്റലിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് എന്നെ വിടുവാനിടയായി. അന്ന് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് AG സഭയിലാണ്, ചെങ്കോട്ടെ AG സഭയിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. അവിടെ ചെന്ന് പാട്ടുകളും പ്രാർത്ഥനകളും അങ്ങനെയൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത ഒരു സമാധാനം എന്റെ ഹൃദയത്തിൽ വരുവാനിടയായി. അന്ന് ഞാൻ കർത്താവിന് അവിടെ വെച്ച്, ഞങ്ങളൊക്കെ ഹിന്ദുവാന്നുള്ളത് അവർക്കറിയാം, അവിടുത്തെ ദേവദാസന് അറിയാം. കാരണം ഞങ്ങൾ കാതിൽ കമ്മലൊക്കെ ഇട്ട് ഒരുപാട്, അന്നൊക്കെ ഞാൻ ഇവിടെ തൊട്ട് ഇവിടെ വരെ കുറിയൊക്കെ ഇട്ടിട്ട് പോകുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ അങ്ങനെ നെറ്റി മുഴുവനും കുങ്കുമവും അങ്ങനെ അമ്പലത്തിൽ കിട്ടുന്ന എല്ലാ സംഭവവും തൂത്തുവാരിട്ട് അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് ഇതൊക്കെ ഒന്നും കളയാനുള്ള മനസ്സൊന്നുമില്ല. ആ ഒരു ഇതില് കർത്താവിനെ മാത്രം സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം ദേവദാസൻ പറഞ്ഞു, യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈപോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അറിയാതെ തന്നെ കൈപോക്കി അന്ന് യേശുവിന് വേണ്ടി എന്റെ ഹൃദയം കൊടുക്കാനിടയായി. അന്ന് തൊട്ട് എന്റെ കർത്താവ് എന്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് വരുന്ന കാലങ്ങളിൽ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞ് അന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞങ്ങൾ പോകുന്നു. ഹോസ്റ്റലിൽ വന്നിട്ട് പിന്നെ അവരുടെ കൂടെ ഞാൻ എപ്പോഴും പാട്ട് പാടാനും പ്രാർത്ഥിക്കാനും പോകും, ബൈബിൾ വായിക്കും. അന്ന് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരുന്നു സങ്കീർത്തനവും അതുപോലെ തന്നെ സദൃശവാക്യങ്ങളും. അത് ഞാൻ തമിഴ് ബൈബിൾ എടുത്ത് വായിക്കും. അന്ന് തമിഴ്നാട്ടിൽ പഠിക്കുന്നത് തമിഴാണ് എനിക്ക് ഞാൻ പഠിക്കുന്ന ലാംഗ്വേജ്. എനിക്ക് മലയാളം അറിയത്തില്ല അന്ന്. അങ്ങനെ തമിഴ് ബൈബിൾ എടുത്ത്, എനിക്ക് പുതിയ നിയമം ബൈബിളാണ് എന്റെ കയ്യിലിരിക്കുന്നത്. പക്ഷെ എനിക്ക് വലിയ ബൈബിളിനകത്ത് അതിനകത്ത് സങ്കീർത്തനവും സദൃശവാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആസ്വാദനം കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ ആ ബൈബിൾ കിട്ടുന്ന സഹോദരിമാരോട് കൂടെ ചേർന്ന് അതൊക്കെ വാങ്ങിച്ച് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഉള്ളിൽ പ്രാർത്ഥന ഉണ്ട്, എങ്കിലും ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് മാറ്റം വരുത്തിയിട്ടില്ല. അന്നൊക്കെ അമ്പലത്തിലും പോകും,
ബൈബിളും വായിക്കും, പ്രാർത്ഥിക്കും. എങ്കിലും ആരാ എന്റെ അപ്പയെ രക്ഷപ്പെടുത്തുന്നത് എന്നുള്ള ഒരു പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ആഴ്ചയിലും അമ്മ എന്നെ കാണാൻ വരുമ്പോഴൊക്കെ അമ്മയോട് എല്ലാ കാര്യങ്ങളും ചോദിക്കും. ഈ ആഴ്ചയിൽ വഴക്കുണ്ടായിരുന്നോ, പിണക്കുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അമ്മ ചില സമയങ്ങൾ പറയും, ഇന്ന് വഴക്കായിരുന്നു, ഇന്ന് അടിയുണ്ടായിരുന്നു, ഇന്ന് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടമായിരിക്കും. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൽ എന്തെങ്കിലും കുറവ് വന്നു എന്നൊക്കെ ഉള്ള ചിന്തകളിൽ കൂടി ഇങ്ങനെ പോയി. എങ്കിലും എന്റെ ഉള്ളില് ആ കർത്താവിനെ കുറിച്ചുള്ള സ്നേഹത്തിൽ അങ്ങ് മുമ്പോട്ട് പോയി. അങ്ങനെ എന്റെ +2 പഠനം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. സ്നാനപ്പെടാനോ പ്രാർത്ഥിക്കാം വേറെ ഒന്നും പറഞ്ഞു തരാനോ ഒന്നും ആരുമില്ല. അങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂടെ, എന്റെ കൂട്ടുകാരികളുടെ കൂടെ പള്ളിയിൽ പോകും. AG സഭയിലാണ് പോകുന്നത്. അവിടെ ചെന്ന് ആരാധിക്കുകയും പാട്ടുപാടുകയും ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു സന്തോഷം എന്റെ കുടുംബത്തിനും ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരുപാട് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ദൈവത്തോട് പറഞ്ഞു, യേശുവേ നീ സത്യദൈവമാണ്, എന്റെ കുടുംബത്തിൽ വരണം, ദൈവിക സമാധാനം അനുഭവിക്കണം, എന്റെ അപ്പയുടെ മദ്യപാനം മാറണം, പുകവലി മാറണം, എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണം എന്നുള്ള ഒരു പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പ്രാർത്ഥിക്കാനിടയായി. അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിലും വീട്ടിൽ +2 കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കിട്ടുകയില്ല. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ഇപ്പം കിട്ടുന്ന ഈ സമാധാനം വീട്ടിൽ പോയാൽ കിട്ടൂല. ഇട ദിവസങ്ങളിലൊക്കെ അവധിയൊക്കെ കിട്ടും, ഹോസ്പിറ്റലിലൊക്കെ അവധി കിട്ടും, പഠിക്കുകയും 10ാം ക്ലാസ് അവധി, അതുപോലെ തന്നെ ഓണത്തിന് അവധി, ക്രിസ്മസ് അവധി ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കും അവനവന്റെ വീട്ടിലേക്ക് പോകണം, അവനവന്റെ കൂടെ സന്തോഷിക്കണം. പക്ഷെ എന്റെ ആഗ്രഹം എപ്പോഴും അവധി കിട്ടുന്ന സമയങ്ങളിൽ വീട്ടിൽ പോകരുതേ എന്നാണ്. കാരണം വീട്ടിൽ പോയ ഒരു സമാധാനം എനിക്കില്ല. അവിടെ പോയാൽ എപ്പോഴും അമ്മയും അപ്പയും വഴക്കുണ്ടാക്കുന്നതും അവർ പിണങ്ങിയിരിക്കുന്നതും സന്തോഷമില്ലായ്മയും കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ഹോസ്റ്റലിന്റെ അവധി കിട്ടുമ്പോൾ എപ്പോഴും എനിക്ക് ഏതെങ്കിലും ഒരു കൂട്ടുകാരിയോട് ഞാൻ ചോദിക്കും, എന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കും. അപ്പൊ അവര് വിചാരം അവരോട് കൂടെ പോകാൻ ആഗ്രഹത്തോട് ഞാൻ ചോദിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടല്ല, എന്റെ വീട്ടിലേക്ക് പോകാൻ പേടിയായിട്ടാണ് ഞാനിങ്ങനെ കൂട്ടുകാരികളോട് എനിക്ക് നിങ്ങളുടെ കൂടെ പറഞ്ഞുകൊണ്ട് ആഗ്രഹം അങ്ങനെ പറയും. പറയുമ്പോ അവര് സന്തോഷത്തോടെ പോരെ ഞങ്ങളെ കൊണ്ടുപോകാന്ന് പറയും. പക്ഷെ ഹോസ്റ്റൽ വാർഡനോട് പറയാൻ പറ്റില്ല. കാരണം അവരോട് പറഞ്ഞാൽ അവർ ഉറപ്പായിട്ട് വിടൂല. വീട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ വിടൂല. അപ്പയും അമ്മയും വരാതെ അങ്ങനെ വിടൂല. പക്ഷെ ഞാൻ അതിനു മുമ്പ് തന്നെ അപ്പയ്ക്കും അമ്മയ്ക്കും കത്തെഴുതും, ഇതുപോലെ എന്റെ കൂട്ടുകാരെ നിർബന്ധിച്ചു, ഞാൻ അതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞ് അനുവാദം ലഭിക്കും. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പോകാനുള്ള ഒരു അനുവാദം കിട്ടി. പക്ഷെ എന്റെ ഉള്ളിൽ പേടി കാരണമാണ്. വീട്ടിൽ ചെന്ന വഴക്കാണല്ലോ, സന്തോഷമില്ല. അപ്പൊ പിന്നെ കൂട്ടുകാരികളുടെ വീട്ടിൽ പോവാണെങ്കിൽ സന്തോഷത്തോട് ഒരു 10 ദിവസം നിന്നിട്ട് വരാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഒരുപാട് കൂട്ടുകാരികളുടെ വീട്ടിൽ ഞാൻ ഇങ്ങനെ പോകാറുണ്ട്. അങ്ങനെ അവസാന നിമിഷം 2-3 ദിവസം ലീവ് തീർന്ന് ഒരുങ്ങി വീട്ടിലേക്ക് പോയി അങ്ങനെയാണ് എന്റെ അവധി കാലങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ പോയി +2 അവധിയായപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്തു, ഇനി എനിക്ക് ഒരു ജയിൽവാസമാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ഇനി പ്രാർത്ഥിക്കാനോ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു രീതിയും കിട്ടത്തില്ല. ഇനി എങ്ങനെയാണ് എന്നാ പഠിക്കും, ഏതിലേക്ക് പോകും എന്നുള്ള ഒരു പേടിയും വല്ലാത്ത ഒരു മനസ്സിന് ഭാരവും കൂടുവാനിടയായി. അപ്പൊ ഞാനിങ്ങനെ യേശുവിനോട്, കർത്താവേ, ഞാൻ ഇത്രയും നാളും ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു, ഇന്നേ വരെ എന്റെ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാകുന്നു. പക്ഷെ എന്റെ മനസ്സിൽ മാത്രം നല്ലൊരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ അന്തരീക്ഷത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്നിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞ +2 കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും ഒരു പഠിക്കാൻ പോകണം, അത് ഹോസ്റ്റലിലായിരുന്നു. അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോട് ആണ് വീട്ടിലേക്ക് പോകാനിടയായത്. അങ്ങനെ +2 റിസൾട്ട് വന്ന് ജയിച്ചു. പപ്പ പറഞ്ഞു എന്നോട് ഡിഗ്രി പഠിക്കണം, ബാങ്കിലേക്ക് ജോലിയിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള ഒരു രീതി. അപ്പയുടെ ഇഷ്ടപ്രകാരമാണ് എല്ലാം പഠിക്കുന്നത്. +2 വരെ എന്റെ പഠനമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവർ ആഗ്രഹപ്രകാരം തന്നെ പഠിക്കുകയൊക്കെ ചെയ്യും. എങ്കിലും ഡിഗ്രിക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ അപ്പയുടെ ആഗ്രഹമായിരുന്നു ഡിഗ്രിക്ക് പോകണം, പോയിട്ട് ബാങ്കിൽ ജോലിയിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പയുടെ ആഗ്രഹമാണല്ലോ, അത് പഠിച്ചേക്കാന്ന് വെച്ച് അങ്ങനെ ഡിഗ്രിക്ക് എനിക്ക് ആ 2 മാസം അവധി കഴിഞ്ഞപ്പം ഡിഗ്രിക്ക് എനിക്ക് തിരുവനന്തപുരത്താണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ തിരുവനന്തപുരത്ത് അവിടെ സ്ഥലത്തിന്റെ പേര് തൈക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആർട്സ് കോളേജ്, അവിടെയാണ് എനിക്ക് അഡ്മിഷൻ ലഭിക്കാൻ പോയത്. അവിടെ ചെന്നു അങ്ങനെ ഹോസ്റ്റലിൽ കിട്ടി. പിന്നെ എന്റെ പഠനം തുടരുവാണ്. ആ ഫസ്റ്റ് ഇയർ പോകുന്ന സമയത്ത്
ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഇനി പോകുന്നു, അവിടെ ഹോസ്പിറ്റലിൽ പഠിക്കാൻ പോകുന്നു, അവിടെ പോകുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം, പള്ളിയിൽ പോകാനുള്ള ഒരു അവസരം എനിക്ക് തരണം. എന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണ്. ആ പ്രാർത്ഥനയ്ക്ക് പോകാനുള്ള ഒരു അവസരം തരണം. ആ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ എനിക്ക് ദൈവം അതിനുള്ള ഒരു മുഖാന്തരം ഒരുക്കി തന്നു. അവിടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാനുള്ള സാഹചര്യം എല്ലാം ദൈവം ഒരുക്കി തരുന്നതിനിടയായി. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയർ പോകുമ്പോൾ, അതായത് 1999 അവിടെ ചെന്ന് അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ ഹോസ്റ്റൽ. കോളേജ് അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അകലെയാണ്. അപ്പൊ ഞങ്ങൾ ബസ്സിലാണ് പോയി വരുന്നതൊക്കെ. അപ്പൊ അതിന്റെ ഇടപെട്ട സ്ഥലത്ത് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അവിടുത്തെ എന്റെ കൂടെ പുതിയ കൂട്ടുകാരാണ്. അപ്പൊ അവരും എന്നോട് ചേർന്ന് അവരുടെ കൂടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. ഈ ഹിന്ദു രീതിക്ക് ഒരു മാറ്റമില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പ നിർബന്ധമാണ് 6 മണിയാകുമ്പോൾ വിളക്ക് കത്തിക്കണം. ഹിന്ദു രീതിയിലുള്ള എല്ലാ പൂജകളും ഞാൻ തന്നെ ചെയ്യണം. അങ്ങനെ ഒരു നിർബന്ധക്കാരനായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം അപ്പ പറയുന്നതെല്ലാം അനുസരിക്കും. കാരണം പേടിയാണ്. അപ്പൊ കാണുമ്പോൾ തന്നെ പേടിയാ. വരുമ്പോ അവധിക്ക് ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ അപ്പ കുടിച്ചിട്ട് വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭയങ്കര പേടിയാ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എന്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. എങ്കിലും ഹോസ്റ്റൽ ജീവിതത്തിൽ പോയി ഞാൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിൽ തോന്നിയിട്ട് ഞാൻ അവിടെ ഹോസ്റ്റലിൽ പഠനം തുടരുവാനിടയായി. പക്ഷെ എന്റെ ഉള്ളിൽ ഒരു ഭാരം ഉണ്ടായിരുന്നു. എന്റെ അനിയനും അവരെന്തായി തീരും. ഞാനിങ്ങനെ രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകുന്നു. പക്ഷെ അവര് അവിടെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വീട്ടിൽ തന്നെയാണ് എപ്പോഴും. അപ്പൊ അവരും എപ്പോഴും അപ്പയുടെയും അമ്മയുടെയും വേദന അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അത് ആരോടും പറയുന്നില്ല. എന്നോടും പറയാനുള്ള അവസരം കിട്ടുന്നില്ല. കാരണം അവധിക്ക് കുറച്ച് ദിവസങ്ങളെ ഞാൻ വീട്ടിൽ വരുള്ളൂ. ആ വരുന്ന ദിവസങ്ങളിൽ കുറച്ച് നാള് അനിയത്തിയുടെ കൂടെ കളിക്കാനും കൂടും, അങ്ങനെയൊക്കെ ആയിരുന്നു. എങ്കിലും ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്താണ് 99 അപ്പൊ ഇങ്ങനെ അപ്പയ്ക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. ഒരു മെന്റലിന്റെ അനുഭവം എന്ന് വെച്ചാൽ അപ്പ മാനസികമായിട്ട് തകർന്നത്. എന്റെ ചിറ്റപ്പന് സുഖമില്ലാത്ത ഒരു അവസ്ഥ വന്നു. ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു വയറിനകത്ത്. ചിറ്റപ്പന്റെ വൈഫ് മരിച്ചുപോയി. അവർക്ക് 3 പെൺപിള്ളേരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പയ്ക്ക് അനിയനെ സംരക്ഷിക്കണം. അനിയനും പോയി കഴിഞ്ഞാൽ ആ 3 കുഞ്ഞുങ്ങളുടെയും ഭാവി ഓർത്ത് പേടി. അപ്പയാണ് ഏറ്റവും മൂത്തത്. അത് കാരണം ആ കുഞ്ഞുങ്ങളെയും നമ്മൾ സംരക്ഷിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു പേടി മനസ്സിൽ വന്നു. അങ്ങനെ വന്നപ്പോ ഈ ചിറ്റപ്പന് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൈസയുടെ ആവശ്യങ്ങളൊക്കെ വന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അപ്പയ്ക്ക് കുറച്ച് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓരോ വീട് കയറി, എന്റെ അനിയന്റെ അവസ്ഥ തന്നെയാണ്, എനിക്ക് പൈസ അങ്ങനെ ഓരോ വീട് കയറി പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോയി അപ്പോഴും മൈൻഡ് മാറാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ആവശ്യങ്ങൾ വന്നപ്പോൾ അപ്പയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളെയും നമ്മൾ ചെയ്യുന്നുവല്ലോ, നമ്മൾ നോക്കണമല്ലോ എന്നുള്ള ഒരു മനഃഭാരം വന്നപ്പോൾ അപ്പ വല്ലാതെ അങ്ങ് മനസ്സിലേക്ക് ഒരു ഭ്രാന്തന്റെ ഒരു അനുഭവത്തിലേക്കായി. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ വീട്ടിൽ നിന്നും പരാതി കേൾക്കുവാനിടയായി. അങ്ങനെ അപ്പ ചിറ്റപ്പനെ ഓർത്ത് വല്ലാത്ത ഭാരപ്പെട്ടപ്പോൾ അപ്പ അങ്ങനെ ഓരോ വീട് കയറി കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പ മാനസികമായിട്ട് ഉള്ളിലേക്ക് ഈ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ ഒരു അബ്നോർമൽ രീതിയിലേക്ക് ആകുവാനിടയായി. അപ്പം അപ്പ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ആൾക്കാരെല്ലാവരും വഴക്ക് പറയാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ പോവാണല്ലോ, ഒരു ഭ്രാന്തനെ കൊല്ലുന്നു, ചികിത്സിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തർക്കും പരാതിയായിട്ട് വീട്ടിലേക്ക് വരുവാനിടയായി. അങ്ങനെ അമ്മയും ആങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമാണ്, ഒത്തിരി പ്രായമൊന്നുമില്ല. ആ സമയത്ത് അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അനുഭവത്തിലേക്കായി. അങ്ങനെ അപ്പ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, മദ്യപാനം മാറാൻ വേണ്ടിയാണ്. മദ്യപാനം മാറുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണം എന്ന് പറഞ്ഞാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പൊ അവര് മെന്റലിന്റെ ഒരു രീതിയിലേക്കായി. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നീ നല്ല ദൈവമാണല്ലോ. ഞാൻ എന്റെ അപ്പയെ മദ്യപാനം മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോ എന്റെ അപ്പ ഒരു മെന്റൽ രോഗിയായിട്ട് മാറിയല്ലോ എന്ന് ഓർത്ത് വല്ലാത്തൊരു ഭാരം അനുഭവിക്കാനിടയായി. ആ സാഹചര്യത്തില് അങ്ങനെ ആൾക്കാരെല്ലാം പരാതിയുമായിട്ട് വന്നു, എത്രയും വേറെ ചികിത്സയ്ക്ക് ഇങ്ങനെ വിട്ടേക്കരുത്, ഓരോ വീടും കയറി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവാണല്ലോ എന്നൊക്കെ ഓർത്ത്. പക്ഷെ എന്റെ ചിറ്റപ്പന്റെ ഓപ്പറേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ദൈവം നടത്തി. അതൊരു ഭാഗത്ത് നടന്നു. സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു.
ആ സമയത്തൊക്കെ ഒരു കുഴപ്പമില്ല. പക്ഷെ എന്റെ അപ്പം മാത്രമേ ഈ മനസ്സിനുള്ളിൽ വല്ലാത്ത ഈ വിഷമങ്ങളൊക്കെ കയറ്റി വെച്ച് മൈൻഡ് മാറുന്നവരാണ് അവർ. അങ്ങനെ ഒരു അപ്പം അവിടെ അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് അറിയാവുന്നവരെല്ലാം വന്ന് പറയുന്നു, ഇത് ഒരു പൈശാചികണ്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് പൂജാരിയെ കൂട്ടി കൊണ്ടുവന്ന് അതിനോട് വേണ്ടത് ചെയ്യേ, എന്നാൽ മാത്രമേ ഇതിനകത്ത് ഒരു മാറ്റം വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹിന്ദു രീതിയിൽ അവർ കുറെ പൂജാരി മന്ത്രവാദത്തിൽ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് അപ്പയെ ഉപദ്രവിക്കുകയും അടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുവാനിടയായി. അപ്പൊ ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് വല്ലാത്ത ഭാരം. കാരണം ആ സമയങ്ങളിലൊക്കെ അപ്പ കുടിക്കൂല, വലിക്കൂല. അപ്പൊ അങ്ങനെ ഓരോ വീടും കയറി ഇറങ്ങി ഒരു പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർത്തി പോകുന്നു അല്ലാതെ അപ്പ കുടിക്കൂല, വഴക്കുണ്ടാക്കില്ല, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഓരോ വീട് കയറി ഇറങ്ങി ഇങ്ങനെ പോകുന്നത് കാരണം നമ്മൾ രാത്രി ആവുങ്ങളിലൊക്കെ അപ്പയെ കാണാൻ കിട്ടൂല. രാത്രി സമയത്തെല്ലാം ഇറങ്ങിപ്പോകും. എവിടെയാ പോകുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. വെളുപ്പിന് വരുമ്പോ അപ്പൊ ചിലപ്പോ മഴയൊക്കെ ആണെങ്കിൽ നല്ല നനഞ്ഞ് കുതിർന്ന ശരീരമൊക്കെ വല്ലാത്ത വിറയിലോട് വീട്ടിൽ കയറി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അങ്ങനെ പോയപ്പം ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആങ്ങളെയാണെങ്കിൽ പിന്നെ ചെറുക്കണം, അവനക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത, വേറെ ആരും സഹായിക്കാനും ഇല്ലാത്ത ഒരവസ്ഥയിൽ അങ്ങനെ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇങ്ങനെ മന്ത്രവാദിയൊക്കെ കൊണ്ടുവന്ന് അപ്പയെ അടിക്കുക. അപ്പൊ ഞാനിങ്ങനെ അവരെ അയ്യോ അപ്പയെ അടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ ആരും കേൾക്കുന്നില്ല. എന്നെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് അവർ മന്ത്രവാദം ചെയ്ത് എങ്ങനെങ്കിലും അത് മാറും, അത് ബാധയാണ്, ബാധ മാറുമ്പോൾ അപ്പൊ നോർമൽ ആകും എന്നുള്ള രീതിയിലാണ് അവർ ചികിത്സിക്കുന്നത്. പക്ഷെ അവര് അത്രയും അടി കൊടുത്തും അപ്പഴേ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തുവെങ്കിലും അപ്പയ്ക്ക് ഒരു പൂർണ്ണമായ ഒരു മാറ്റം വരുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അപ്പ ക്ഷീണിച്ച് ഭക്ഷണ സമയത്തിന് കഴിക്കാതെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വെച്ചത് ഇതിനകത്തൊന്നും വിടുതലില്ല, എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ട്രീറ്റ്മെന്റിലേക്ക് തന്നെ പോകും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ സമയത്ത് ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിക്കുക. അത് അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ ഹോസ്റ്റൽ. അവിടെ നിന്ന് പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ എന്റെ ഹോസ്റ്റലും ഈ മെന്റൽ ഹോസ്പിറ്റലും തമ്മിൽ 1.5 കിലോമീറ്റർ നടന്നു പോകാം, അത്രേ ഉള്ള ദൂരേ ഉള്ളൂ. ആ സമയത്ത് എന്റെ അപ്പയെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുവരുവാനിടയായി. അവിടെ കൊണ്ടുവന്ന് ഡോക്ടർമാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവര് മെന്റലിന്റെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുവാനിടയായി. മെന്റലാന്ന് ഓർത്ത് ഒരു ഇഞ്ചക്ഷൻ എടുത്തു. അങ്ങനെ എടുത്തപ്പോ എന്റെ അബോധാവസ്ഥയിലേക്ക് ആവുകയാണുള്ളത്. അങ്ങനെ വന്നപ്പോ വല്ലാത്ത എനിക്ക് ഭാരം തോന്നി. കാരണം ഫസ്റ്റ് ഇയർ പഠനം തുടങ്ങിയതേ ഉള്ളൂ. ആ സമയത്ത് അപ്പൊ ഒരു മെന്റൽ രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ഞാൻ എന്റെ പഠനം അങ്ങനെ തുടർന്നെങ്കിലും പഠിക്കാനൊന്നും എനിക്ക് മനസ്സ് വരുന്നില്ല. പഠനത്തോട് താല്പര്യമില്ലാത്ത അവസ്ഥ, വീട്ടിൽ ഭാരങ്ങളെല്ലാം ഓർത്ത് അപ്പയുടെ മദ്യപാനം മാറുമെന്ന് ഓർത്തപ്പോ അപ്പ മെന്റൽ രോഗിയായിട്ട് മാറി. ആങ്ങളെ സഹായിക്കാനോ അനിയത്തിയെ സഹായിക്കാനോ എന്റെ അമ്മയെ സഹായിക്കാനോ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്കായി. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് പോയി. ഇഞ്ചക്ഷൻ ചെയ്ത് ഓവർ ഡോസ് മരുന്നൊക്കെ കഴിച്ചപ്പോ എന്റെ അപ്പ അബോധാവസ്ഥയിലേക്ക് ആകുവാനിടയായി. അന്നേരം ഡോക്ടർമാരെല്ലാം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇത് മെന്റലാന്ന് ഒന്നും തോന്നുന്നില്ല, കാരണം എല്ലാ ടെസ്റ്റ് ചെയ്തിട്ട് അപ്പയ്ക്ക് മെന്റൽ ഇല്ല എന്നാണ് റിപ്പോർട്ട് വന്നത്. അപ്പൊ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് വേറെ എന്തോ സംഭവമാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്തു, ഓവർ ഡോസ് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്ന ഈ പുള്ളിയെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്താൽ ഇത് മരിച്ചു പോകും, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അപ്പയെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിടുവാനിടയായി. ആ സമയത്തൊക്കെ ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മദ്യപാനം മാറി, പുകവലിയും നിർത്തി. ആ സമയങ്ങളിലൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നോർമൽ ആയിട്ടിരിക്കുന്നു. പക്ഷെ അപ്പൊ ഒരു മെന്റൽ രോഗിയാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തപ്പോഴത്തേക്ക് അപ്പ തീരെ അബോധാവസ്ഥയിലേക്കായി. അപ്പൊ ഭക്ഷണമൊന്നും കഴിക്കാതെ അപ്പയുടെ മൂക്കിൽ ട്യൂബ് ഇട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കി. അങ്ങനെ അപ്പയെ എന്റെ ആങ്ങളെ വെച്ച് അന്ന് ഒത്തിരി പ്രായമൊന്നും ഇല്ലെങ്കിലും അപ്പയെ കയ്യിലെടുക്കാൻ പറ്റുന്ന അത്രേ ഒരു ആരോഗ്യസ്ഥിതിയിൽ അപ്പയായി. ക്ഷീണിച്ച് എല്ലും കൂടിക്കൂടെ ഒരു അവസ്ഥയിലേക്ക് അപ്പ മാറുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ കൂട്ടുകാരികളോടൊപ്പം അപ്പയെ കാണാൻ പോയപ്പോ എന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. ഞാനൊന്ന് ഓർത്ത, കർത്താവേ, എന്റെ അപ്പ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആയല്ലോ. ഞാൻ അപ്പയുടെ മദ്യപാനം മാറാൻ പറഞ്ഞപ്പോ മദ്യപാനം മാറി, പുകവലിയും നിർത്തി. പക്ഷെ എന്റെ അപ്പ ഒരു മെന്റൽ രോഗിയായിട്ട് അത് ഇഞ്ചക്ഷൻ ചെയ്ത് അപ്പ ഇങ്ങനെ അബോധാവസ്ഥയിലേക്ക് ആയല്ലോ, എന്റെ അപ്പ ഇനി തിരിച്ചു കിട്ടൂലേ എന്നുള്ള ഒരു പേടിയും ഭയവും എന്റെ ജീവിതത്തിൽ വരുവാനിടയായി. അന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട്, കർത്താവേ, എന്റെ ഭാഗത്ത് എന്താണ് തെറ്റ് വന്നത് എന്നൊക്കെ ഓർത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ വന്നത് ഒരുപാട് കരഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പറയും, നീ സത്യ ദൈവമാണെങ്കിൽ ഞാൻ ഒരു ഹിന്ദുവായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുക, അതുകൊണ്ടാണ് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്നൊക്കെ ഓർത്ത്
ഞാൻ ദൈവത്തോട് ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുവാനിടയായി. അന്ന് രാത്രിയിൽ കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അന്യഭാഷ സംസാരിക്കുന്നതൊക്കെ. അപ്പൊ അങ്ങനെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുറെ സഹോദരിമാരെല്ലാരും ഒന്നിച്ചിരുന്ന് നന്നായിട്ട് ശക്തിയോടൊന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ എനിക്ക് ഒരു ആഗ്രഹം, സത്യദൈവമായ യേശു ക്രിസ്തുവിനെ ഇത്രയും നാൾ ഞാൻ ആരാധിച്ചല്ലോ, ആ ദൈവം എന്നോട് സംസാരിക്കുന്നില്ല. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. എന്റെ അപ്പ മദ്യപാനമാരെങ്കിലും എന്റെ അപ്പയ്ക്ക് ഒരു പൂർണ്ണമായ ഒരു വിടുതലില്ല. അപ്പൊ ഒരു മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ എന്റെ അപ്പയെ തിരിച്ചു കിട്ടൂലേ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ച്, നീ സത്യദൈവമാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അന്യഭാഷ തരണം. അവർ സംസാരിക്കുന്നപ്പോൾ എനിക്ക് സംസാരിക്കണം, എനിക്കൊരു അടയാളം തരണം എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുവാനിടയായി. അന്ന് ഞാൻ അറിയാതെ തന്നെ അന്ന് ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, പ്രാർത്ഥനയ്ക്ക് പോകുന്നുവെങ്കിലും എനിക്ക് പാട്ട് പ്രാർത്ഥനയ്ക്ക് ഇഷ്ടമെങ്കിലും എനിക്ക് അന്യഭാഷ വന്നിട്ടില്ല. അന്ന് വരെ സ്നാനപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, നീ ദൈവമാണെങ്കിൽ എനിക്ക് അടയാളമായിട്ട് എനിക്ക് അന്യഭാഷ തരണം, നീ ഉണ്ടോ, ജീവിച്ചിരിക്കുന്ന ദൈവമാണോ എന്നുള്ള പല ചോദ്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഞാൻ വെക്കുവാനിടയായി. അന്ന് അറിയാതെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ നടുക്കരുന്ന് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുവാനിടയായി. എനിക്കറിയത്തില്ല ഞാൻ എന്നാ ഭാഷയിൽ സംസാരിച്ചു എന്ന് എനിക്കറിയത്തില്ല. കുറെ നേരം ഞാൻ ആത്മാവിൽ ആരാധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി ദൈവം ഉണ്ടെന്നുള്ളത് എനിക്ക് അടയാളം ദൈവം തരുവാനിടയായി. അപ്പൊ എനിക്ക് ഒരു മനസ്സിലൊരു വല്ലാത്ത ഒരു ധൈര്യം വന്നു. ആ ധൈര്യത്തോട് തന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ സ്നാനപ്പെട്ടോളാം. ഞാൻ സ്നാനപ്പെടാതിരിക്കുന്ന കൊണ്ടായിരിക്കും ചിലപ്പം എന്റെ അപ്പയ്ക്ക് വിടുതലില്ലാതെ വന്നത്. അതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടോളാം. ഒരു കാര്യം ഞാൻ ദൈവത്തോട് വെക്കുക, നീ സത്യമായ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് അന്യഭാഷ അടയാളമായിട്ട് ദൈവം തന്നു. അങ്ങനെയാണെങ്കിൽ ആ ദൈവം എന്റെ അപ്പയെ പൂർണ്ണമായ ആരോഗ്യത്തോട് ആ മെഡിക്കൽ കോളേജിൽ ഇരുന്ന് തിരിച്ച് എന്റെ അപ്പയെ ജീവനോട് തന്നെങ്കിൽ ഞാൻ പിറ്റേ ദിവസം സ്നാനപ്പെട്ടോളാം എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് ഒരു സമർപ്പണം വെക്കുവാനിടയായി. അന്ന് ആ മാസത്തിൽ തന്നെ ഞങ്ങളുടെ അവിടുത്തെ സഭയില് രാജു എന്ന് പറയുന്ന ദൈവദാസനാണ് ഇവിടെ കവടിയാറിലുണ്ട്. അവരുടെ ഭവനത്തിലാണ് പ്രാർത്ഥന നടക്കുന്നത്. ആ ദൈവദാസനോട് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കുറെ പിള്ളേരെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് അന്ന് സ്നാനപ്പെടാൻ വേണ്ടി ഒരുങ്ങി. അപ്പൊ ദൈവദാസൻ പറഞ്ഞു, എല്ലാവരും സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പ അമ്മയുടെ സമ്മതം ഇല്ലാതെ ആരെയും ഞാൻ സ്നാനപ്പെടുത്തുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ശരിയാണെങ്കിൽ അപ്പയും അമ്മയുടെ അനുവാദത്തോട് കൂടി മാത്രമേ സ്നാനപ്പെടാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ചെയ്യണം. ഹോസ്റ്റലിൽ താമസിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അപ്പയുടെ അമ്മയുടെ അനുവാദം വേണമെന്നൊക്കെ പറഞ്ഞ് ദേവദാസൻ പറയാനിടയായി. അങ്ങനെ ഞാൻ അന്ന് ദൈവത്തോട് സമർപ്പിച്ചു. എന്റെ അപ്പ ജീവനോട് തിരിച്ചു വന്നു സ്നാനപ്പെട്ടോളാം തീരുമാനം എടുത്തു. അന്ന് അപ്പം ദേവദാസൻ അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞു. 2-3 ദിവസം സ്നാനത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ കുറച്ച് സ്നാനത്തിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്നാനം പിറ്റേ ദിവസമാണെങ്കിൽ അന്ന് എന്റെ അപ്പൻ അവിടുന്ന് പൂർണ്ണ ആരോഗ്യത്തോട് മൂക്കിൽ ട്യൂബിൽ കൂടിയൊക്കെയാണ് അപ്പയ്ക്ക് മരുന്നൊക്കെ കൊടുത്തോണ്ടിരുന്നത്. ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ല, കിടക്കുന്ന മനുഷ്യൻ ആരോഗ്യത്തോട് ഡിസ്ചാർജായി പോയി. അപ്പൊ ഞാന് അവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മുടെ ഹോസ്റ്റലിലേക്ക് ബസ്സിൽ വന്ന് ഇറങ്ങി എന്നെ വന്ന് കണ്ടിട്ടാണ് അവർ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ച് അവിടെ വന്നു. അന്നേരം തന്നെ ഞാൻ അപ്പയും അമ്മയും ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം യേശു കർത്താവിനോട് ഒരു തീരുമാനം വെച്ചിട്ടുണ്ട്. അപ്പയെ ജീവനോട് തിരിച്ചു തന്ന ഞാൻ യേശുവിന് വേണ്ടി സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അനുവാദം ഇല്ലെങ്കിൽ എന്നെ ദേവദാസൻ സ്നാനപ്പെടുത്തുകയില്ല. അതുകൊണ്ട് നിങ്ങൾ വന്ന് ദേവദാസനോട് പറയണം, സ്നാനപ്പെടുത്തിക്കോളാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പ എന്നോട് ചോദിച്ചു, നീ ഹിന്ദു അല്ലേ, നീ എങ്ങനെയാണ് സ്നാനപ്പെടാൻ തീരുമാനിച്ചേ, നീ ക്രിസ്ത്യാനി ആകാൻ പോവാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ, ഞാൻ എന്റെ ദൈവത്തോട് ഞാൻ കുഞ്ഞുകാലം തൊട്ട് ഞാൻ യേശുവിനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നത്. അമ്പലത്തിൽ പോകുന്നെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിനോടാണ്. അപ്പം എനിക്കൊരു വിശ്വാസമുണ്ട്, എന്റെ അപ്പയെ പൂർണ്ണമായിട്ട് ജീവനോട് തിരിച്ചു തന്നെ ഞാൻ സ്നാനപ്പെട്ടോളാന്ന് പറഞ്ഞ് ഞാൻ യേശുവിനോട് ഒരു തീരുമാനം എടുത്തുപോയി. അതുകൊണ്ട് അപ്പ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് സ്നാനപ്പെടാൻ പറ്റില്ല. അപ്പന് ഇന്ന് ജീവനോട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് യേശു കർത്താവ് തന്നെയാണ് ജീവൻ തന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്ന ആ സഭയിലേക്ക് വന്ന് ആ ദേവദാസനോട് ഒന്ന് പറഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞ് ഞാൻ അപ്പയോട് നിർബന്ധിച്ചു. അപ്പം അപ്പ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതാണ്. ഞങ്ങളുടെ 3 മക്കളാണെങ്കിലും ഏറ്റവും അധികം എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനാണ്. കാരണം 2 വർഷം കുഞ്ഞുങ്ങൾ ഇല്ലാത്തപ്പം ആദ്യമായിട്ട് ഉണ്ടായത് കൊണ്ടും എന്നെ അധികമായിട്ട് അപ്പ സ്നേഹിക്കുവാനിടയായി. എന്ത് കാരണം വെച്ചാലും അനിയത്തി അടിക്കും, പക്ഷെ എന്നെ അടിക്കൂല. അതുപോലെ ഓരോ കാര്യത്തിലും എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്താൽ പോലും അപ്പ പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ തട്ടി തലോടിച്ചു വിടും. ആങ്ങളെയും അനിയത്തി കൊച്ചിനെ നന്നായിട്ട് ശിക്ഷിക്കുമായിരുന്നു.
പക്ഷെ എന്നെ അതുപോലെ സ്നേഹിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അപ്പയെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പ ജീവനോട് ഇരിക്കുന്നത് തന്നെ ഞാൻ എടുത്ത തീരുമാനത്തിൽ യേശു കർത്താവ് തന്ന ജീവനാ. അതുകൊണ്ട് അപ്പ വന്ന് പാസ്റ്ററിനോട് പറയണം. പാസ്റ്ററിനോട് പറഞ്ഞാൽ മാത്രമേ എന്നെ സ്നാനപ്പെടുത്തുകയുള്ളൂ. അപ്പ വരണമെന്ന് പറഞ്ഞു. അപ്പൊ അപ്പയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പയും അമ്മയും അങ്ങനെ നിന്റെ തീരുമാനം അതാണെങ്കിൽ എന്നാ നീ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ദേവദാസനോട് വന്ന് സഭയിൽ വന്ന് പറഞ്ഞു, അവളെ സ്നാനപ്പെടുത്തി, അവളുടെ വിശ്വാസം അതാണെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അവരുടെ സമ്മതത്തോടു കൂടി തന്നെ പിറ്റേ ദിവസം അവർ എന്നെ സ്നാനപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ സ്നാനം നല്ല രീതിയിൽ തന്നെ നടന്നു. ഞാൻ ഒരു കമ്മൽ മാലയൊക്കെ ഇട്ടുകൊണ്ട് നടന്ന സമയമായിരുന്നു. ആ സമയത്ത് എന്നായാലും വേണ്ടില്ല, യേശു കർത്താവ് എന്റെ അപ്പയെ ജീവനോട് തിരിച്ചു തന്നില്ലേ. അപ്പൊ എനിക്ക് കമ്മൽ മാല അത് വലുതായിട്ട് തോന്നിയില്ല. അന്നേരം തന്നെ ഞാൻ കമ്മൽ മാലയെല്ലാം ഊരി മാറ്റി വെച്ചിട്ട് സ്നാനക്കുളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ട് കയറി. ഒരു പുതിയ ഒരു സൃഷ്ടിയായിട്ട് തീർന്നത് പോലെ ഒരു നല്ല അനുഭവം എനിക്ക് ഉണ്ടാകുവാനിടയായി. അപ്പൊ ആ യേശു കർത്താവിന് വേണ്ടി മുമ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ അങ്ങനെ സെക്കൻഡ് ഇയർ പഠനം, തേർഡ് ഇയർ പഠനം അങ്ങനെ പോകുന്നു. ആ ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങള് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ട്രാക്ട് വിതരണത്തിനും സുവിശേഷം പറയാൻ വേണ്ടി ഞങ്ങളെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ദേവദാസൻ നയിക്കുമായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പല വിഭാഗത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ശംഖുമുഖം, വേലി ഇങ്ങനെ പറയുന്ന കുറെ ഇടങ്ങളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ട്രാക്ട് വിതരണമായിട്ടും കൂട്ടുകാരോട് ചേർന്ന് ഓരോ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള ഒരു വലിയ ആഗ്രഹവും ഒരു ഇതായിരുന്നു. ആ ഒരു രീതിയിൽ പോയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്തൊക്കെ. എങ്കിലും അപ്പ പുതിയ ജീവൻ പ്രാപിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ പിന്നെയും അപ്പ മദ്യം കഴിക്കാം. കാരണം ആരോഗ്യം തിരിച്ചു കിട്ടിയപ്പോൾ അപ്പ പിന്നെയും മദ്യവും പുകവലിയും പിന്നെയും തുടങ്ങി. സാധാരണ പുകവലി അല്ല അപ്പയുടെ. അപ്പൊ ഒരു സിഗരറ്റ് താഴെ വെക്കുമ്പോൾ അടുത്ത സിഗരറ്റ് വായിൽ വെച്ചിരിക്കും. അതുപോലെ ഒരു അനുഭവമാണ്. തൊട്ടടുത്ത് കടയുണ്ട്. അപ്പൊ ഓടിച്ചെന്ന് മേടിക്കാൻ ഞങ്ങളുടെ മക്കളായിരിക്കുന്ന ഞങ്ങൾ 3 പേർ മാറി മാറി. അപ്പൊ ഞാനില്ലാത്ത കൊണ്ട് അനിയനും അനിയത്തിയും മാറി മാറി സിഗരറ്റ് മേടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പയ്ക്ക് പറയുന്ന സമയത്ത് സിഗരറ്റ് എത്തിയിരിക്കണം. അങ്ങനെയാണ്. ഒരു സിഗരറ്റ് താഴെ വെക്കുമ്പോൾ അടുത്ത സിഗരറ്റ് മേടിക്കാൻ പൈസ കൊടുത്തു വിടും. അങ്ങനെ ഒരു സ്വഭാവമാണ്. നിർത്താത്ത പുകവലിയും മദ്യം കഴിക്കുന്ന ആളായിരുന്നു. മദ്യം കഴിച്ചാൽ പോരാ, മദ്യം കഴിച്ചിട്ട് വീട്ടിലേക്കും കൊണ്ടുവരും. വീട്ടിലെ അനിയന്മാരുണ്ടല്ലോ, ചുറ്റപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും ചേർന്ന് നിന്ന് കുടിക്കും. പിന്നെ ഓരോന്നും പറഞ്ഞ് അങ്ങനെ പ്രശ്നമായിട്ട് അങ്ങനെ പിന്നെയും ആ ജീവിതം തന്നെ തുടരുവാനിടയായി. അപ്പൊ ഞാൻ ഈ സെക്കൻഡ് ഇയർ പഠനം ഒക്കെ എന്റെ തലയിൽ ഒന്നും കേറുന്നില്ല. എങ്കിലും കർത്താവിനോട് ഞാൻ പറഞ്ഞു, മദ്യപാനം മാറാൻ വേണ്ടി, സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് മദ്യവും പുകവലിയും മാറ്റി വെച്ചിട്ട് അപ്പ രോഗിയായി. ആ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത് പിന്നെ അപ്പ മദ്യപാനം തുടങ്ങി. ഇതിനേക്കാൾ നല്ലത് അന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്നോർത്ത് ഞാൻ ഉന്നെയും ദൈവസന്നിധിയിൽ അറിയാൻ തുടങ്ങി. അന്ന് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്, മഞ്ഞപ്പിത്തം ഉള്ള ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കാൻ ട്രാക്ട് വിതരണത്തിന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ പേടിച്ചു പോയി. കാരണം എല്ലാവരും മഞ്ഞ കണ്ണും ശരീരം മുഴുവൻ മഞ്ഞപ്പോട് കൂടിയിരിക്കുന്നത് ഞാൻ കാണുവാനിടയായി. അങ്ങനെ പേടിച്ചിട്ട് ഞാനിങ്ങനെ ഓർത്തു, മഞ്ഞപ്പിത്തത്തിലെയും ഭീകരമായ ഒരു അസുഖമാണോ എന്നൊക്കെ ഓർത്ത് ഞാൻ അവിടെ നിന്ന് എങ്കിലും കർത്താവ് യേശു ക്രിസ്തു രോഗസൗഖ്യദായകനാണെന്നുള്ളത് എന്റെ കുഞ്ഞുനാളിൽ ഞാൻ കണ്ടറിഞ്ഞതാണ്. കാരണം ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കുമ്പോൾ ആ രോഗിക്ക് സൗഖ്യമാകുന്നത് കണ്ടറിഞ്ഞത് കൊണ്ട് എനിക്കറിയാം മഞ്ഞപ്പിത്ത രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം സൗഖ്യമാക്കും എന്നുള്ളത് എന്റെ കണ്ടറിവിൽ നല്ല ഒരു പരിചയമുള്ളത് കൊണ്ട് യേശു കർത്താവിനെ കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പൊ ആ മേഖലയിൽ പോയി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പഠനം മുമ്പോട്ട് പോകുന്നു. ട്രാക്ട് വിതരണവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നെങ്കിലും വീട്ടിൽ വരാൻ എനിക്ക് മനസ്സില്ല. ആ സമയങ്ങളിലും അവധി സമയങ്ങളിൽ കൂട്ടുകാർ ആരെങ്കിലും വിളിച്ചാൽ ഉടനെ അവരുടെ കൂടെ പോകാനാണ് എന്റെ മനസ്സ് ആഗ്രഹിച്ചത്. അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ കൂട്ടുകാരുടെ അടുത്ത് പോകും. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് എങ്ങനെയെങ്കിലും അവധി തീർത്ത് വീട്ടിലേക്ക് ഹോസ്റ്റലിലേക്ക് മടങ്ങി വരും. അങ്ങനത്തെ ആ 3 വർഷ പഠനം മുമ്പോട്ട് പോയി. 3ാമത്തെ വർഷം ഫൈനൽ ഇയർ ആയപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്ത്, കർത്താവേ ഇത്രയും നാളും പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമില്ല. ഞാൻ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും അനുഭവം എന്ന് അറിയത്തില്ല. ഇനി എന്തായി തീരും എന്റെ ജീവിതം ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് അനുവാദമില്ല. കാരണം എന്റെ അനിയനുണ്ട്. അനിയൻ കൊച്ചെന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥനയ്ക്ക് എതിരാണ്. അവൻ ഞാൻ പ്രാർത്ഥിക്കാൻ ബൈബിൾ എടുത്തിട്ട് ഒരു വിളക്ക്, അന്ന് നമുക്ക് കറണ്ടൊക്കെ ഇല്ലാത്ത ഒരു അനുഭവമാണ്. നമ്മുടെ വീട്ടിൽ കറണ്ട് ഒന്നും ആയിട്ടില്ല. അപ്പൊ ചെറിയ തിരി വെച്ച് അങ്ങനെ വിളക്ക്, സാധാരണ ലാമ്പൊക്കെ വെച്ച് ഞാൻ നമ്മള് അന്ന് കഴിഞ്ഞു പോയത്. ആ സാഹചര്യത്തിലിരിക്കുമ്പോൾ ഇവ ഒന്ന് വിളക്കൊക്കെ ഊതും. പ്രാർത്ഥിക്കുന്ന സമയത്ത് വിളക്കൊക്കെ ഊതി കിടത്തിയിട്ട് പോകും. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു
വികൃതി സ്വഭാവങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. അതുപോലെ അന്യഭാഷ സംസാരിക്കുമ്പോൾ അത് കളിയാക്കും, ഇടയ്ക്ക് കിടന്ന് ഉരുണ്ട് കളിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് തടസ്സമായിട്ട് അങ്ങനെയൊക്കെ വരുമായിരുന്നു. അപ്പൊ ഞാൻ ഒന്നും പറയാൻ പോകില്ല. പക്ഷെ ഇതിന്റെ ഇടയിലും കർത്താവ് എന്നെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഈ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഓരോരുത്തർ എന്നോട് പ്രാർത്ഥന ചോദിക്കും. ഞാൻ ശബ്ദമായിട്ട് പ്രാർത്ഥിക്കുന്നത്, വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശബ്ദമെടുത്ത് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മുടെ അയൽവക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിന്റെ ഇടയിൽ ഒരു സഹോദരി, തൊട്ടടുത്തുള്ള സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, എന്റെ കുഞ്ഞിന് ഹാർട്ടിന്, എന്റെ മകളുടെ കൊച്ചിന്, ഒരു ഇളയ കുഞ്ഞ്, അതിന് ഹാർട്ടിന് പ്രശ്നം വന്നു, ഒന്ന് പ്രാർത്ഥിക്കാവോ അപ്പൊ എന്ന് പറഞ്ഞ് എന്നോട് ഒന്ന് പ്രാർത്ഥിപ്പാനിടയായി. അങ്ങനെ ഞാൻ യേശു കർത്താവ് സൗഖ്യദായകനാണല്ലോ, അപ്പൊ അവനോട് പ്രാർത്ഥിച്ചാൽ പൂർണ്ണമായി സൗഖ്യം തരും ചേച്ചി, അതുകൊണ്ട് ചേച്ചി ഒന്നും കൊണ്ട് ഭാരപ്പെടണ്ട, ചേച്ചി ധൈര്യമായിട്ടിരുന്നോ, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്റെ മനസ്സിൽ എനിക്ക് അറിയാമത്ത രീതിയിൽ ഞാൻ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, അവരോട് പറയണമെങ്കിൽ ഒരു ഉറപ്പായിട്ട് ഒരു വിശ്വാസ വാക്ക് പറയണം, ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കൊച്ചിനെ കുറിച്ച് ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കട്ടെ, എന്നിട്ട് ദൈവം പറയുന്നത് എന്താണ് അത് ഞങ്ങളോട് ഞാൻ പറയാന്ന് പറഞ്ഞ് ഒരു പരീക്ഷണ പോലെ ഞാൻ ഒരു പേപ്പർ എടുത്ത് ഒരു 3 കാര്യം എഴുതി. ഒന്ന്, ആ കൊച്ചി ഓപ്പറേഷൻ കഴിഞ്ഞാൽ ജീവിക്കും എന്നും, ഒരു പേപ്പറിൽ എഴുതി മരിച്ചു പോകുന്നു, ഒരു പേപ്പറിൽ സാധ്യതയില്ല എന്നുള്ള, അങ്ങനെ ഒരു 3 കാര്യങ്ങൾ എഴുതി ഒരു പേപ്പറിൽ ഇട്ടിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആ പേപ്പറിൽ എടുത്ത്, കർത്താവേ ഇത് ദൈവം എന്നോട് സംസാരിക്കുന്നതായിട്ട് ഞാൻ ആ ചേച്ചിയോട് പറയാൻ പോവാ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒരു അത്ഭുത പ്രവൃത്തി ദൈവം ചെയ്യണം, ഞാൻ എന്നാ പറയുന്നു അത് കർത്താവ് പറഞ്ഞതായിട്ട് തന്നെ ഞാൻ പറയും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിശ്വാസത്തോട് ഞാൻ അന്ന് ഹിന്ദു അമ്പലത്തിലൊക്കെ ഈ പൂക്കളൊക്കെ കെട്ടിയിരുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അവര് വെള്ളപ്പൂവും പച്ച കളറ് ചുമല കളറ് അങ്ങനെ 3 വിഭാഗത്തിൽപ്പെട്ട ഓരോരോ കാര്യങ്ങൾ എടുത്തിട്ട് അവര് അങ്ങനെ ആ വിഗ്രഹത്തിന് മുമ്പിൽ ഇട്ടിട്ട് അവര് അത് എടുക്കാൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇതൊക്കെ കണ്ടു വളർന്നത് കൊണ്ട് ഞാൻ എന്റെ വിശ്വാസത്തോട് കർത്താവിന്റെ മുമ്പിൽ പൂക്കളൊന്നും എടുക്കാൻ പോയില്ല, ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അത് എഴുതി ആ ഹിന്ദുക്കളുടെ രീതിയിൽ തന്നെ ഞാൻ എന്റെ കർത്താവിനോടുള്ള വിശ്വാസത്തിൽ അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഒരു പേപ്പർ എടുത്തപ്പോൾ അവൻ ജീവിക്കും എന്ന് പറഞ്ഞുള്ള വാക്യം തന്നെ എനിക്ക് വരുവാനിടയായി. അപ്പൊ ഞാനത് ആ ചേച്ചിയോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് ധൈര്യമായിട്ട് ഓപ്പറേഷൻ വിധേയപ്പെട്ടോ, അവൻ ജീവിക്കും, യേശുവിന്റെ നാമം ഉറപ്പായിട്ട് അവൻ ജീവിച്ച് കർത്താവിന്റെ നാമം ഉയർത്തുവാൻ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് പറഞ്ഞ് ഞാൻ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ട് പറഞ്ഞതും ആ കുഞ്ഞ് 12 വയസ്സ് പ്രായമേ ഉള്ളൂ, അവന്റെ ശരീരത്തിന് അവനെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ല എന്ന്. അപ്പൊ അവരുടെ അപ്പയും അമ്മയൊക്കെ ഡോക്ടർമാരുടെ അടുത്ത് പറഞ്ഞപ്പോ അവർ പറഞ്ഞു, ആ കൊച്ചിനെ തൂക്കം കുറവായതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് അവർ വെച്ചിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് അത് ആ മകളോട് വിളിച്ചു പറഞ്ഞു, ആ കൊച്ചിന് ഓപ്പറേഷൻ ചെയ്തോ, അത് ആ കൊച്ചിനെ യേശു കർത്താവ് ജീവിപ്പിക്കുന്നാണ് ഇവിടെ ഈ കൊച്ചു പറയുന്നത്, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഓപ്പറേഷൻ വിധേയപ്പെടുത്തിക്കോ, ഈ കൊച്ചു പറഞ്ഞിട്ടുണ്ട്, അത് യേശുവിനോട് ചോദിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ യേശു പറഞ്ഞാൽ അത് ശരിയായിരിക്കും എന്ന് പറഞ്ഞ് ആ ചേച്ചി അതിന്റെ മകളോട് പറഞ്ഞ് ആ വാക്കിൽ അവർ വിശ്വസിച്ച് അത് അങ്ങോട്ട് ആ വാക്കിൽ അവർ ഉറച്ച് വിശ്വസിച്ച് ആ കൊച്ചിനെ ഓപ്പറേഷൻ ചെയ്യാൻ അനുവദിച്ചു. ആ ഓപ്പറേഷൻ സക്സസ് ആയി ജീവിച്ചിരിക്കുന്നത്. അത് അവർക്ക് വലിയ ഒരു ധൈര്യമായി, ബലമായി. അന്ന് തൊട്ട് അത് അവർ വിശ്വസിച്ചില്ലോ എനിക്കറിയത്തില്ല, പക്ഷെ ഞാനത് വിശ്വസിച്ചു. കർത്താവ് എന്നിൽ കൂടി ദൈവം പ്രവർത്തിക്കും എന്നുള്ളത് എനിക്ക് നല്ലൊരു ഉറപ്പായി. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവിനെ ഞാൻ ഒരു വിശ്വാസത്തോട് ഒരു പേപ്പറിൽ എഴുതിയിട്ടപ്പോ ദൈവം അതിനകത്ത് പ്രവർത്തിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ കർത്താവ് എന്നെ കൊണ്ട് എന്തെങ്കിലും എന്റെ വീട്ടിൽ ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നതെല്ലാം കർത്താവ് പറഞ്ഞതുപോലെ അങ്ങ് പറയും. ഞാൻ ഒരു വിശ്വാസത്തോടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം, എന്റെ കുടുംബത്തിന് വേണ്ടി അത്ഭുതം ചെയ്യണം, ആൾക്കാർ അത് കാണണം. അങ്ങനെ ഉള്ള ഒരു വാശിയോട് ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിപ്പാനിടയായി. അത് കഴിഞ്ഞ് ഞാൻ ചിറ്റപ്പന്മാരോടെല്ലാം പറഞ്ഞെങ്കിൽ അവർ ആരും അത് അംഗീകരിക്കുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, +2 ഡിഗ്രി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു രൂപാന്തരം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഇത്രയും നാളും യേശുവിന് വേണ്ടി നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇനി പോകുന്നത് കമ്മൽമാല ഇടാതെയാണ്. അതിനു മുമ്പ് പോയത് കമ്മൽമാല ഇട്ടുകൊണ്ടാണ്. അപ്പം ആ ലോകപ്രകാരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നടന്നു. പക്ഷെ ഇന്ന് തൊട്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ ആ രീതിയിൽ തന്നെ പോവാന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. അവിടെ പോയപ്പോ എല്ലാവരും എനിക്ക് എതിരായി.
കാരണം ഞാൻ കമ്മൽമാല ഊരിയപ്പോഴത്തേക്ക് അവരെല്ലാവർക്കും എന്നെ കാണുമ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥത. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? അപ്പം പിന്നെ സ്വന്തക്കാർ, ബന്ധുക്കാർ എല്ലാവരും ചോദ്യങ്ങളായിട്ട് വന്നു. മാത്രമല്ല, ഏറ്റവും മൂത്ത കൊച്ചായതുകൊണ്ട് ആദ്യത്തെ വിവാഹം എനിക്കായിരിക്കണം. അപ്പം ഈ ഡിഗ്രി കഴിഞ്ഞ് വന്നത് എന്നെ എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണമെന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ചിറ്റപ്പന്റെ വീട്ടിലാണെങ്കിൽ 3 പെൺകുഞ്ഞുങ്ങളാണ്. അവർ 3 പേരും നല്ല സുന്ദരി പിള്ളേരാണ്. അപ്പൊ അവരെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ഒരു മൂത്ത കൊച്ചിരിക്കുമ്പോൾ ഇളയതായിരിക്കുന്ന അവർക്കാണെങ്കിൽ അമ്മ ഇല്ലാത്ത പിള്ളേരാണ്. അപ്പൊ ചിറ്റപ്പൻ ഒരാളാണ്, അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിലിരിക്കുന്നു. ആ സമയത്താണ് ആ 3 പിള്ളേരെയും ആരെങ്കിലും കെട്ടിച്ചു വിടണമല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കമ്മൽമാലയും ഇടാതെ ബന്ധുക്കോസായി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഞാൻ ഒരു തടസ്സം പോലെ ആയി. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലേക്ക് ഞാൻ വന്നപ്പോൾ എല്ലാവരും തന്നെ എനിക്കെതിരായി. പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടിയാണ് എല്ലാം ഊരിയത്, പക്ഷെ ഇവരെല്ലാവരും എനിക്ക് പ്രതികൂലമായി തീരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് നാളത്തേക്ക് ഇത് ഇടാം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും കമ്മൽമാല എടുത്തിട്ടു. ദൈവം എപ്പോഴാണ് എന്നോട് ഇത് ഇടണ്ടെന്ന് പറയുന്നു, അന്ന് ഞാൻ മാറിക്കോളാന്ന് പറഞ്ഞ് സന്നിധിയിൽ ഒരു സമർപ്പണം എടുത്ത് ഞാൻ പിന്നെയും കമ്മൽമാല ഇട്ടു. എങ്കിലും കല്യാണ ആലോചനകൾക്ക് പലതും വന്നു. അങ്ങനെ ഒരുപാട് ആലോചനകൾ വന്നു. അപ്പം അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നത് 2001. ആ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു മഞ്ഞപ്പിത്ത രോഗിയായിട്ടാണ് വീട്ടിലേക്ക് വന്നത്. ആരോഗ്യം കുറഞ്ഞു വരുന്നു, ക്ഷീണിച്ച് വല്ലാണ്ട് അവസ്ഥയിലേക്ക് ഞാൻ മാറുവാനിടയായി. വീട്ടിലേക്ക് അവധിക്ക് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒരു മഞ്ഞപ്പിത്തം പിടിച്ചിട്ടാണ് വന്നത്. അപ്പൊ ഞാനിങ്ങനെ വന്ന് വീട്ടിൽ ഇരിക്കുവാണെങ്കിലും എന്നെ ആശുപത്രിയിൽ ഓരോ ട്രീറ്റ്മെന്റിന് വേണ്ടി എൻ്റെ അപ്പയും അമ്മയും അങ്ങനെയൊക്കെ കൊണ്ടുപോവാണ്. അന്നെല്ലാം ഞാനിങ്ങനെ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, പക്ഷെ രോഗിയായിട്ടിരിക്കുന്നു. അപ്പൊ നീ ഇങ്ങനെ അപ്പൊ എല്ലാവരും വന്നിങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങള് ആ കൊച്ചു പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ ഹിന്ദു കുടുംബമല്ലേ, ആ രീതിയിൽ ഇരിക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ നിങ്ങൾ എന്തിനാണ് ഈ കൊച്ചിങ്ങനെ സ്വന്തമായിട്ട് ഒരു പെണ്ണ് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ ബന്ധുവസിലേക്ക് ഇങ്ങനെ ഒരു ക്രിസ്ത്യാനി കൊച്ചായിട്ട് പോകാൻ നിങ്ങൾ അനുവദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു രോഗം വന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏതായാലും ആ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവരണം. അതായത് ബന്ധുവസിലേക്ക് മാറിപ്പോയത് കൊണ്ട്, ക്രിസ്ത്യാനിറ്റി അത് പ്രാപിച്ചുകൊണ്ട് ഇനി അവള് ഹിന്ദുവിലേക്ക് മടക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എല്ലാ ബന്ധുക്കളെല്ലാവരും ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ അപ്പ മനസ്സിൽ നിന്ന് ചിന്തിച്ചു, ശരിയായിരിക്കാം, ഇങ്ങനെ ഒരു അസുഖം വന്നു, ഇനി വല്ലാത്ത ക്ഷീണിച്ചു വരുന്നു, എന്തോ ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതയിൽ പോകുന്നു. അതുകൊണ്ട് ഇവള് പറഞ്ഞത് നമുക്ക് കേൾക്കണ്ട, അപ്പൊ ഇവളെ നമുക്ക് ഇതിനകത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അവര് എന്റെ ജാതകം എടുത്തുകൊണ്ട് പോയി ഒരു മന്ത്രവാദിയെ കാണുന്നത്. അത് തമിഴ്നാട്ടിലാണ്, ചെങ്കോട്ട എന്ന് പറയുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് തന്നെ ഒരു മന്ത്രവാദിയെ പോയി കണ്ട് അവര് ജാതകം വാങ്ങിച്ചു നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇവളെ ഇപ്പോൾ എനിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവൾക്കൊരു ചൊവ്വ ദോഷം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതുകൊണ്ട് ഈ കൊച്ചിന് കല്യാണം കഴിച്ചാൽ ഒന്നെങ്കിൽ അതിന്റെ ഭർത്താവ് മരിച്ചു പോകും, ഇല്ലെങ്കിൽ ഇവളെ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്, ഇതിന് ഒരു ദോഷം ഉണ്ടെന്ന് പറയുവാനിടയായി. അത് കേട്ടപ്പോ എൻ്റെ അപ്പയ്ക്ക് വല്ലാത്ത ഒരു നെട്ടൽ വന്നു. കാരണം ഈ ആദ്യത്തെ കുഞ്ഞാണ്, ഇവളെ കെട്ടിച്ചാലേ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ജീവിതം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്റെ കാര്യത്തിൽ ഇങ്ങനെ എന്റെ ജാതകം എടുത്ത് നോക്കിയപ്പോ ഒരു ചൊവ്വ ദിവസം ഉണ്ടെന്ന് കേട്ടപ്പോ ഒക്കെ വല്ലാത്ത ഒരു പേടിയായി. അപ്പം ഒന്നെങ്കിൽ ഇത് പറയണം, വരുന്ന ആലോചനയിൽ വരുന്ന അവരോട് പറയണം. അങ്ങനെ ആരും സമ്മതിക്കില്ല, കാരണം ചൊവ്വാദേശം ഉള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ കെട്ടിയവൻ മരിച്ചു പോകും. അപ്പൊ അങ്ങനെ ഒരു ധൈര്യത്തോട് ആരാണ് കെട്ടാൻ വരുന്നത്? അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പ വല്ലാണ്ട് പേടിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോ ആ മന്ത്രവാദി പറഞ്ഞ ഒരു കർമ്മം ഉണ്ട്, അതിന് രാത്രിയിലാണ് ആ പൂജ നടത്തുന്നത്. ആ പൂജ നടത്തി നമുക്ക് അതിനകത്ത് മാറ്റം വരും. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഒരു പൂജയ്ക്കുള്ള ഒരു ലിസ്റ്റ് എഴുതി തരാം, അപ്പൊ നിങ്ങൾ ആ സാധനമെല്ലാം മേടിച്ചിട്ട് നിങ്ങൾ കൊണ്ടു തരണം എന്ന് പറഞ്ഞ് അപ്പോഴും ഒരു ലിസ്റ്റും കൊടുത്ത് വിടുവാനിടയായി. അപ്പൊ അത് വന്ന് അവർ പറഞ്ഞതുപോലെ സാധനങ്ങൾ മേടിച്ച് വീട്ടിലെ ആ മന്ത്രവാദിയുടെ അടുത്ത് കൊടുത്തിട്ട് അന്ന് രാത്രി 12 മണിക്കാണ് പൂജ തുടങ്ങുന്നത്. അങ്ങനെ പറഞ്ഞ് വീട്ടിലേക്ക് ആ ലിസ്റ്റുമായിട്ട് അപ്പൊ വീട്ടിൽ വന്ന് എല്ലാ സാധനങ്ങളും മേടിച്ച് കൊണ്ടുപോയി കൊടുത്തു. ഇത് ഞാനൊന്നും അറിയുന്നില്ല, അവര് പിന്നീടാണ് ഇതെല്ലാം എന്നോട് പറയുന്നത്. ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുത്തു മന്ത്രവാദിയുടെ അടുത്ത്. മന്ത്രവാദി എല്ലാം വാങ്ങിച്ചിട്ട് 12 മണിയാകുമ്പോൾ പൂജ തുടങ്ങുവാണ്. അത്
അതിനു മുമ്പ് ഞങ്ങള് അമ്പലത്തില് പുറകില് ഒരു പുറ്റുണ്ട്. അപ്പൊ അതിനകത്ത് ഞങ്ങൾ ഹിന്ദു രീതി ആയതുകൊണ്ട് ഈ പാമ്പിനൊക്കെ പാല് കൊടുക്കുന്ന മുട്ട കൊടുക്കുന്ന ആ ഒരു സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്കിങ്ങനെ ഒരു ദോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങള് ഈ കൊച്ചിന്റെ കയ്യിൽ പാലും മുട്ടയും കൊടുത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ അമ്പലത്തിന്റെ പുറകിൽ കൊണ്ട് വെക്കാൻ പറയുന്നു. അങ്ങനെ വെക്കുമ്പോൾ ആ ദോഷങ്ങളൊക്കെ മാറും. ആ പാമ്പ് വന്ന് ആ പാലും കുടിച്ച് മുട്ടയും തിന്നുമ്പോൾ കുറെ ദോഷങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പൊ എനിക്കറിയത്തില്ല, എന്തായാലും അപ്പയും അമ്മയും പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് ഒരു ഗ്ലാസ്സിൽ പാലും ഒരു മുട്ടയും കൊണ്ടുപോയിട്ട് ആ പുറ്റിന്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പോരും. അങ്ങനെ കുറെ ദിവസങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. എങ്കിലും അന്ന് രാത്രി അവർക്ക് അവരുടെ കർമ്മങ്ങൾ തുടങ്ങുന്നു. അന്ന് രാത്രി ആ പൂജ തുടങ്ങുന്നു. അന്ന് രാത്രി ഞാൻ ആ മഞ്ഞപ്പിത്തം വന്നപ്പം ക്ഷീണിച്ച് തീരെ വയ്യാതായി. അതിൻ്റെ ഇടയിൽ ഒത്തിരി ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകാനിടയായി. ഹോസ്പിറ്റലിലെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് എനിക്ക് മന്ത്രവാദിയുടെ അടുത്ത് പോകാൻ എൻ്റെ അപ്പയ്ക്ക് ഒരു ആൾക്കാർ പറഞ്ഞങ്ങനെ എന്നെ അവിടെ മന്ത്രവാദിയുടെ അടുത്ത് പോയി ഈ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് പൂർണ്ണമായി സൗഖ്യം ഉണ്ടാകും എന്ന് പറഞ്ഞാണ് അവിടെ അങ്ങോട്ട് കൊണ്ടുപോകാനിടയായത്. എന്നെ കൊണ്ടുപോയില്ല, ഒരു പൂജയ്ക്ക് ഉള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാനിടയായത്. അങ്ങനെ ആ സമയത്ത് ഒരു 12 മണിയായപ്പോൾ ഞാൻ കിടക്കുവാണ്. രാത്രിയില് ഇതിന്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ ശരീരത്തില് മഞ്ഞപ്പിത്തം വ്യാപിച്ചു കഴിഞ്ഞു. എൻ്റെ ശരീരത്തിൽ ബ്ലഡിലെല്ലാം മഞ്ഞപ്പിത്തം വ്യാപിച്ചു. എൻ്റെ കരൾ വീങ്ങി. എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാരെല്ലാം കൈവിട്ടു. അതിനകത്ത് ഒരു ഹോസ്പിറ്റൽ അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലാണ്. അവിടെയാണ് എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തത്. അവിടെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റമൂലി മരുന്ന് ഇങ്ങനെ കുറെ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തെങ്കിലും അവിടെ എല്ലാ ഡോക്ടർമാർ പറഞ്ഞു ഇത് മൊത്തം വ്യാപിച്ചു കഴിഞ്ഞു, കരൾ എല്ലാം വീങ്ങി, ഇനി ജീവിക്കാൻ സാധ്യതയില്ല എന്നുള്ള അവസ്ഥയിലാണ് എന്നെ പുറത്തേക്ക് വിട്ടത്. അപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പോൾ തീരെ കിടപ്പായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, ഒരു പണി ചെയ്യണമെങ്കിൽ പറ്റില്ല. വേറെ ഒരാളുടെ സഹായത്തോടു കൂടിയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ആങ്ങള പറയുന്നു, അമ്മേ ഇവളെ നമുക്ക് ഇനി കിട്ടൂലെന്ന് തോന്നുന്നു, ഇവളുടെ ഏജ് കണ്ടു കഴിഞ്ഞാൽ ഇവള് നമുക്ക് കിട്ടാതെ പോകുന്ന തോന്നുന്നതെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് പൊട്ടിക്കരയുന്നത് എനിക്ക് ചെവി കൊണ്ട് കേൾക്കുവാനിടയായി. അപ്പൊ ഞാനിങ്ങനെ കർത്താവിനോട് പറയുന്നു, ദൈവമേ ഇതിനു വേണ്ടിയാണോ ഞാൻ നിന്നെ അറിഞ്ഞത്? അപ്പയുടെ മദ്യപാനം നിർത്താൻ കഴിഞ്ഞില്ല, പുകവലി നിർത്താൻ കഴിഞ്ഞില്ല, വീട്ടിലൊരു സമാധാനം ഉണ്ടായിട്ടില്ല, ഞാനും ഒരു രോഗിയായിട്ട് വീട്ടിലേക്ക് വന്നു. ഇതിനു വേണ്ടിയാണ് എന്നെ തെരഞ്ഞെടുത്തത് എന്ന് പല പല ചോദ്യങ്ങളോടാണ് ഞാൻ കിടപ്പയിൽ കിടക്കുന്നത്. ആ കിടക്കുന്ന സമയത്ത് അന്ന് ആ മന്ത്രവാദിയുടെ അടുത്ത് ഈ പൂജാ കർമ്മങ്ങളൊക്കെ നടത്തുന്നെങ്കിലും അന്ന് രാത്രി ആ 12 മണിയാകുമ്പോൾ ആ പൂജ തുടങ്ങും. അന്ന് രാത്രി ഞാൻ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ ബെഡ് ചുറ്റിലും കറങ്ങി ഓടുന്ന ഒരു അനുഭവം. അപ്പയ്ക്ക് മന്ത്രവാദി വിളിക്കാൻ അന്ന് ആ സമയത്ത് ഫോണില്ലാത്ത ഒരു സാഹചര്യം. മന്ത്രവാദിയെ നേരിട്ട് പോയി കാണാനോ പറയാനോ പറ്റില്ല, കാരണം കുറെ ഡിസ്റ്റൻസ് ഉണ്ട്, സ്ഥലം ഒത്തിരി ദൂരം. അപ്പൊ അന്ന് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് രാത്രി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പയും അമ്മയും ഒരുപാട് ഒരു കൺഫ്യൂഷൻ, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തപ്പോ എൻ്റെ കർത്താവ് അപ്പയുടെ ഹൃദയത്തിൽ ഒരു ചിന്ത കൊണ്ടുവന്നിട്ട് ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കുമായിരുന്നു. ചുമ്മാരിക്കുന്ന സമയങ്ങളിൽ ബൈബിൾ വായിക്കും, കാണാതിരുന്ന് പ്രാർത്ഥിക്കും, അന്യഭാഷ പറയും, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ അപ്പ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഭാഗ്യം ആ ബൈബിൾ എടുത്തുകൊണ്ട് ഓടി വന്ന് എൻ്റെ അപ്പ എൻ്റെ കയ്യിൽ വെച്ചപ്പോൾ ഞാൻ ഓടി നടന്ന ആള് പെട്ടെന്ന് ആ ബെഡിൽ ഇരുന്നു. പിന്നെ അണങ്ങിയിട്ടില്ല. ആ ബൈബിൾ പിടിച്ച് ഒറ്റ ഇരുന്നിട്ട് അന്ന് രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അപ്പയുടെ മനസ്സിൽ ദൈവം സംസാരിച്ചു. ഈ ഇത്രയും നമുക്ക് മന്ത്രവാദിയുടെ അടുത്ത് പോയി മന്ത്രവാദിയെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്ന് രാത്രി ഒരു ആപത്ത് വന്നപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ സഹായിക്കാനോ എന്നെ സഹായിക്കാനോ ആരും ഉണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിൽ ഈ ബൈബിൾ കൊണ്ടുവന്ന് എൻ്റെ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തപ്പോഴാണല്ലോ എൻ്റെ കുഞ്ഞ് ഒരു കൺട്രോൾഡായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുവാനിടയായത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ കൊച്ചിനെ ഒരു പാസ്റ്ററിനെ കൊണ്ട് പ്രാർത്ഥിച്ചാലോ എന്നുള്ള മനസ്സിൽ എൻ്റെ അപ്പയുടെ ഹൃദയത്തിൽ ദൈവം ഒരു ചിന്ത കൊണ്ട് നേടുവാനിടയായി. അന്ന് രാത്രി അപ്പ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, നേരം എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ട് ഏതെങ്കിലും ഒരു പാസ്റ്ററിനടുത്ത് പോകാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. അന്ന് രാവിലെ ഒരു ഓട്ടോ വിളിച്ച് എന്നെ അമ്മയോട് പറഞ്ഞു, അവളെ വേഗം ഒരുക്കി ഓട്ടോയിൽ കയറ്റി വിട്ടോ, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അമ്മ അന്ന് വന്നില്ല. എണ്ണയും കൂട്ടി അപ്പ ഒരുങ്ങി പോകുന്ന അവസ്ഥ ഏതെന്ന് വെച്ചാൽ തീരെ ക്ഷീണിതയാ. എനിക്ക് നേരെ നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ഒരു സ്ഥിതിയാണ്. ആ സമയത്താണ് എന്നെ ഡ്രസ്സൊക്കെ മാറി എൻ്റെ അപ്പ എന്നെയും കൂട്ടി ഒരു ഓട്ടോയിൽ പോകുന്നത് ഫിലിപ്സ് എന്ന് പറയുന്ന ഫാസ്റ്റർ ഫിലിപ്സ്
എക്സ് സർവീസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ദേവദാസൻ താമസിക്കുന്നത്. അവരുടെ വീട്ടിലാണ് അന്ന് ആരാധന നടക്കുന്നത്. അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ആ പ്രാർത്ഥന നടക്കുന്നതിന്റെ ഇടയിൽ എൻ്റെ അപ്പ നേരെ വണ്ടിയും കൊണ്ട് അവിടെ പോയി. അവിടെ ചെന്ന് ആ പ്രാർത്ഥനയുടെ ഇടയിൽ ആ വാസനെ കാണുവാനും എന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് ആ ഗേറ്റ് പിടിച്ചപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഭയങ്കര കറച്ചിലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറുവാനിടയായി. അന്നേരം 2-3 പേര് ചേർന്ന് എന്നെ പിടിച്ച് ആ ഹാളിൽ കൊണ്ട് ഇരുത്തുവാനുള്ളത്. ഇരുത്തി കഴിഞ്ഞിട്ടും ആ ദേവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ സംഭവം മനസ്സിലായി. ഇത് രോഗമല്ല, ഇതൊരു പൈശാചിന്റെ ശക്തിയാണെന്നുള്ളത് ആ ദേവദാസൻ മനസ്സിലായി. അപ്പൊ ദേവദാസൻ അപ്പോഴോട് ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച ദൈവം വിടുവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ട് ഉണ്ടായ ഒരു കുഞ്ഞാണ്. ഇവിടെ മഞ്ഞപ്പിത്തം വന്നിട്ട് ഡോക്ടർമാരെല്ലാം കൈവിട്ടു. കിടക്കുമായിരുന്നു. ഇന്ന് രാത്രി ഞാനിങ്ങനെ എല്ലാ കാര്യവും പറഞ്ഞു. ആ സംഭവം ആ മന്ത്രവാദിയുടെ അടുത്ത് പൂജ കർമ്മങ്ങൾ നടത്തി എല്ലാ കാര്യവും പറഞ്ഞിട്ട് പറയുമ്പോ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയല്ലാത്ത ഒരു അവസ്ഥയിൽ വന്നപ്പോ ഞാൻ ഈ ബൈബിൾ എടുത്ത് കൊടുത്തപ്പോഴും അങ്ങോട്ട് കൺട്രോൾ ആയത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നേ എന്റെ കുഞ്ഞിന് ഒരു വിടുതൽ തന്ന ഞാൻ യേശുവിനെ ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറയുന്നു. ആ പറഞ്ഞതും ആ ദേവദാസൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അവിടെ ബോധം കെട്ടി വീണു. കുറേ കാര്യങ്ങൾ അതിൽ കൂടി ദൈവം എന്നെ കൊണ്ട് ചെയ്യുവാനിടയായത്. അന്ന് ദൈവം എന്ന് പറഞ്ഞ് ആരാധിച്ച ഓരോരോ വിഗ്രഹത്തിന് മുമ്പിൽ ഭദ്രകാളി, അതേപോലെ ഓരോരോ ദൈവങ്ങളാന്ന് പറഞ്ഞ് ഏതൊക്കെ ദേവികളുടെ മുമ്പിൽ എന്റെ അപ്പ മുട്ടുകുത്തി പ്രാർത്ഥിച്ചോ അതെല്ലാം അതാത് സാദൃശ്യം കാണിച്ചു. അതാത് രീതി അതിന്റെ സ്വരൂപങ്ങളെല്ലാം എടുത്ത് യേശുവിന്റെ നാമം പറഞ്ഞ് സത്യം ചെയ്ത് അവിടെ നിന്ന് വിട്ടുമാറുന്നത് എന്റെ അപ്പ കണ്ണുകൊണ്ട് കാണുവാനിടയായി. അപ്പൊ ആ ദേവദാസൻ പറഞ്ഞു, ഇന്ന് ഒരാഴ്ച മാത്രം വന്നാൽ പോരാ, നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും വരണം. അന്ന് പ്രാർത്ഥന പൂർണ്ണം ഒരു 3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് പൂർണ്ണമായി സൗഖ്യം തരും. അങ്ങനെ സൗഖ്യമായി തന്ന ആ കർത്താവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അന്നേരം എന്റെ അപ്പ പറഞ്ഞു, ഈ കുഞ്ഞിനെ പൂർണ്ണമായി സൗഖ്യത്തോട് മടക്കി തന്ന ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യേശുവിന് വേണ്ടി നിന്നോളാന്ന് പറഞ്ഞ് കുറച്ചൊരു തീരുമാനം എടുക്കുവാനിടയായി. അങ്ങനെ തീരുമാനം എടുത്തപ്പോൾ ആ ദേവദാസൻ ആ സഭയും ഒരുമിച്ചിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. അവരുടെ ഒറ്റ ഒരു പ്രാർത്ഥന അങ്ങനെ ഒരു 3 വെള്ളിയാഴ്ചകൾക്ക് ഇതേപോലെ ഓരോരോ ശക്തിയും അതാത് പേരും അതിൻ്റെതായ ഓരോരോ സ്വഭാവങ്ങളും കാണിച്ച്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഭദ്രകാളി എന്ന് പറയുമ്പോൾ അതിന്റെ നാക്ക് നീളത്തിൽ നീട്ടി അതിന്റെ വികൃത സ്വഭാവം അതിന്റെ സാദൃശ്യങ്ങളെല്ലാം കാണിച്ച് അതേപോലെ വീണ് നമസ്കരിച്ച് യേശുവിന്റെ നാമത്തിൽ സത്യം ചെയ്തു പോകുന്നത് എന്റെ അപ്പ കണ്ണുകൊണ്ട് കാണുവാനിടയായി. ഇതിന്റെ ഇടയിൽ എന്റെ അപ്പ ഒരുപാട് മന്ത്രവാദം എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസത്തെ ഒരുപാട് വിശ്വസിക്കുന്ന ആളായിരുന്നു. ദേവിയുടെ മുമ്പിൽ പോയി ഒത്തിരി നമസ്കരിക്കും. അതുപോലെ തന്നെ കോഴി, ആട് ബലി കൊടുക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു കോഴിയോ ആടിനെ കൊണ്ടുപോയി അവരുടെ മുമ്പിലിട്ട് ബലി കൊടുക്കുക. അപ്പൊ അവർക്ക് ആ പാപത്തിൽ നിന്ന് പരിഹാരം വന്നു എന്നുള്ള ഒരു രീതിയാണ് എൻ്റെ അപ്പ അന്ന് മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ യേശുവിന് മുമ്പിൽ ഒരു ബലിയും കൊടുക്കാതെ തന്നെ യേശുവിന്റെ നാമം പറഞ്ഞ് ഇത്രയും നാൾ ദൈവം എന്ന് ആരാധിച്ചിരുന്ന ആ വ്യക്തികളെല്ലാവരും യേശുവിന്റെ നാമം പറഞ്ഞ് സത്യം ചെയ്ത് വിട്ടുപോകുന്നത് കണ്ടപ്പോ അപ്പയ്ക്ക് ഒരു സത്യം മനസ്സിലായി. ഈ യേശു അല്ലാതെ ഒരു ദൈവം ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് ദൈവം അന്ന് തെളിയിക്കുവാനിടയായി. അന്ന് മനസ്സിലായി. എൻ്റെ അപ്പ തീരുമാനം എടുത്തു, അങ്ങനെ ഒരു ദൈവത്തെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയും നാളും ഞാൻ ദൈവം എന്ന് പറഞ്ഞ് ആരാധിച്ച വിഗ്രഹത്തിന്റെ മുമ്പിലായിരുന്നു എന്നുള്ള സത്യം ദൈവം അപ്പയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുവാനിടയായി. അത് കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ വെള്ളിയാഴ്ച ആയപ്പോൾ എന്റെ അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനു മുമ്പിൽ എന്റെ വിദ്യാഭ്യാസത്തെ തടയാൻ വേണ്ടി ഒരുപാട് കൈവശമൊക്കെ എന്റെ വയറിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുട്ടായി രൂപത്തിലും മുട്ട രൂപത്തിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്റെ വയറിനകത്ത് ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഛർദ്ദിച്ചു പോകാനിടയായി. ഛർദ്ദിച്ചപ്പോൾ ഞാൻ ഇട്ടിരുന്ന ഷാള് കൊണ്ടാണ് അതെല്ലാം തൂത്ത് തുടച്ച് അപ്പൊ എടുക്കുവാനിടയായത്. എടുത്തുകൊണ്ട് വീട്ടിൽ ചെന്ന് കഴുകിയപ്പം ആ മുട്ടായിയുടെ അംശങ്ങളൊക്കെ അതേപടി ഇരിക്കുന്നത് ഞങ്ങൾ കുടുംബമായിട്ട് കാണുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ അടയാള സഹിത ദൈവം ആരാന്നുള്ളത് ദൈവം തെളിയിക്കുവാനിടയായി. അന്ന് അപ്പയും അമ്മയും പൂർണ്ണമായിട്ട് യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാനിടയായി. അന്ന് മുതൽ യേശുവിന് വേണ്ടി ജീവിക്കാൻ അവർ തീരുമാനിച്ചു. അന്ന് ദേവദാസനും സഭയും പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു, ഇന്ന് നിങ്ങൾ കൊണ്ടുപോയി ഏത് ഹോസ്പിറ്റലാണെങ്കിൽ കൊച്ചു ജീവിക്കൂല, മരിച്ചു പോകുമെന്ന് പറഞ്ഞ് വിധി എഴുതിയോ ആ ഡോക്ടറിന്റെ അടുത്ത് തന്നെ കൊണ്ടുപോകണം. അവിടെ തന്നെ ചെക്കപ്പ് ചെയ്യണം. ഇവർക്ക് മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന് ഒന്നും കൂടെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് റിസൾട്ട് മാറ്റി നിങ്ങൾ ഞായറാഴ്ച വന്ന്
സാക്ഷ്യം പറയുന്നു പറഞ്ഞു വിടുവാനിടയായി. അതേപോലെ എൻ്റെ അപ്പ ഏത് ഹോസ്പിറ്റലാണ് ഞങ്ങൾ അവിടെ നിന്ന് അവോയ്ഡ് ചെയ്ത് വിട്ടത്, അവിടെ തന്നെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തെടുത്തപ്പോൾ എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു അസുഖവും ഇല്ല, എൻ്റെ കരൾ വീങ്ങിയിട്ടില്ല, എവിടെ പോയി എന്ന് അറിയത്തില്ലാത്ത ഒരു അത്ഭുത സംഭവം ദൈവം അവിടെ ചെയ്യുവാനിടയായി. ആ റിസൾട്ടുമായിട്ട് ദൈവദാസന്റെ അടുത്ത് പറഞ്ഞ ദൈവത്തിന് നന്ദി പറയുവാനിടയായി. ആ സഭയോട് ചേർന്ന് അന്ന് തൊട്ട് എൻ്റെ അപ്പ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തു, മദ്യപാനം ഉപേക്ഷിച്ചു, പുകവലി നിർത്തി, പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി മാറുവാനിടയായി. അന്ന് മുതൽ എൻ്റെ കുടുംബത്തിൽ ഓരോ സമാധാനവും ദൈവം തിരിച്ചു തരുവാനിടയായി. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് ശിഷ്യന്മാരെല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ രോഗി ഇവൻ കണ്ണ് കാഴ്ചയില്ലാത്തവനായിട്ട് ജനിച്ചത് ഇവന്റെ പാപം കൊണ്ടാണോ, ഇവന്റെ അപ്പനമ്മയുടെ പാപം കൊണ്ടാണോ എന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത്, ഇവന്റെ പാപമല്ല, ഇവന്റെ അപ്പനും അമ്മയുടെയും പാപമല്ല, ഇവൻ മുഖാന്തരം കർത്താവിന്റെ നാമമഹത്വമായി തീരണമെന്നുള്ള ദൈവവചന പ്രകാരം തന്നെ ഞാൻ ഇങ്ങനെ ഒരു രോഗിയായിട്ട് മാറുന്നത് എന്റെ പാപം കൊണ്ടോ എന്റെ അപ്പനമ്മയുടെ പാപം കൊണ്ടോ അല്ല, ഞാൻ മുഖാന്തരം എന്റെ കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ദൈവം അത് ചെയ്യുവാനിടയായി. അങ്ങനെ കർത്താവ് ഒരുപാട് അത്ഭുതകരമായ ജീവിതത്തിൽ ദൈവം ചെയ്യുവാനിടയായി. ഓരോ ദിവസം ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താൽ നന്ദി പറയാൻ ഒരു നാവ് പോരാ. അതുപോലെ തന്നെ അന്ന് തൊട്ട് പലരും കളിയാക്കിയവർ, എനിക്ക് കമ്മൽ മാല ഇട്ടിട്ട് സൗന്ദര്യമില്ലാത്ത ഈ പെണ്ണിനെ ആര് കെട്ടും, എങ്ങനെ മുമ്പോട്ട് പോകും എന്നൊക്കെ ഓർത്ത് അതിനു മുമ്പ് തന്നെ എന്റെ ചിറ്റപ്പന്റെ മൂത്ത കൊച്ചിനെ ഒരു വിവാഹം കഴിച്ചു വിടുവാനിടയായി. അന്ന് എന്റെ അമ്മ ഒരുപാട് കരഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നീ മൂത്ത പൈതലായിരിക്കുക, മറ്റേ ഇളയ കുഞ്ഞുങ്ങളെയൊക്കെ കെട്ടിച്ചു വിടുമ്പോ നിന്റെ ഭാര്യ എന്തായി തീരുമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി കർത്താവ് കരുതും, അതുകൊണ്ട് എന്നെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല, കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്നത് വരുമ്പം ആ സമയമാകുമ്പോൾ എനിക്ക് എല്ലാം ദൈവം നന്നായി ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർത്ത് ഒന്നും കരയണ്ട, ഭാരപ്പെടണ്ട, ഒരു കാര്യം ചെയ്താൽ മതി. ചിറ്റപ്പന്റെ കുഞ്ഞിന് അങ്ങനെ വിവാഹ ആലോചന വന്നോ അതിനെ കെട്ടിച്ചു വിട്ടോ, അതിന് എനിക്ക് സമ്മതക്കുറവുമില്ല, സന്തോഷക്കുറവുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ എന്ന് പറയുവാനിടയായി. അങ്ങനെ എന്റെ ചിറ്റപ്പന്റെ മൂത്ത കൊച്ചിന്റെ വിവാഹം 2003 നടക്കുവാനിടയായി. അങ്ങനെ 2003 ആ കല്യാണം നടന്നു. അപ്പൊ ഞാൻ എല്ലാവരും വന്ന് എന്നെ കളിയാക്കുവാനിടയായി. മൂത്ത കൊച്ചി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇളയ കൊച്ചിനെ കെട്ടിച്ചു വിട്ടു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫാമിലിയിലാണ് താമസിക്കുന്നതായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണമായത്. അതുപോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളെക്കാൾ ഞാൻ ഇച്ചിരി കറുത്തതും ഏറ്റവും സൗന്ദര്യ കുറവുള്ളത് കൊണ്ട് എന്നെ ആർക്കും അത്രയും താല്പര്യമില്ല. അതിന്റെ ഇടയിൽ ഞാൻ ഈ കമ്മൽ മാലയും ഊരിയപ്പോൾ എല്ലാം കൊണ്ട് ആകെപ്പാടെ ഒരു അവസ്ഥയിലായി. അപ്പൊ എല്ലാരും പറഞ്ഞു, ഇങ്ങനെ ഇരിക്കുമ്പോ മഞ്ഞപ്പിത്തം വന്നപ്പോ ആ അവസ്ഥ ഒന്നും പറയണ്ട. അപ്പൊ എല്ലാരും തന്നെ ഇങ്ങനെ ചോദിച്ചു, നിങ്ങള് ആ കുഞ്ഞിന്റെ വാക്കും കേട്ടുകൊണ്ട് നിങ്ങൾ ഇരുന്ന എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ ഈ ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾ മാത്രം അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ കണ്ടോ, അത് നമ്മള് ഈ കുടുംബത്തിൽ നിന്ന് ഒരു ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് മാറുവാനിടയായി. അമ്മയുടെ ആൾക്കാരും പരിഹസിച്ചു, അപ്പയുടെ ആൾക്കാരും പരിഹസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഞങ്ങൾ ഒറ്റപ്പെട്ട ജീവിതമായി. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്റെ അപ്പയുടെ മദ്യപാനം മാറിയപ്പോ, പുകവലി മാറിയപ്പോ എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നി. ഇങ്ങനെ കുടിച്ച് മതിച്ചു നടന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ആളായിട്ട് മാറിയത് എങ്ങനെയാണെന്ന് അവർക്ക് ആർക്കും പിടുത്തം കിട്ടിയിട്ടില്ല. എന്റെ ചുറ്റുപ്പന്മാർക്കൊക്കെ അതിശയം തോന്നി. കാരണം ചേട്ടൻ നല്ല ഏറ്റവും ടോപ്പിൽ കുടിക്കുന്നത് അപ്പയാ. അപ്പ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷെ കർത്താവാണ് അവരെ പിടിച്ചു നിർത്തിയതെന്നുള്ളത് പിന്നീടുള്ള കാലങ്ങളിൽ അവർക്ക് മനസ്സിലാകുവാനിടയായി. അത് കണ്ടപ്പോ, അപ്പയിൽ വന്ന മാറ്റം കണ്ടപ്പോ വീട്ടിൽ അടിയില്ല, വഴക്കില്ല, പ്രശ്നമില്ല, എല്ലാവരും സന്തോഷമായിട്ട് പോകുന്നു, എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ചുറ്റപ്പന്മാർക്കും തോന്നി എന്നാൽ നമ്മളും പോയേക്കാന്ന് വെച്ച് അങ്ങനെ ഓരോ ചുറ്റപ്പനായിട്ട് അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ദൈവം ഓരോരുത്തരെയും അവിടെ നിന്ന് മാനസാന്തരത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാനിടയായി. അതിൻ്റെ ഇടയിൽ എൻ്റെ അപ്പ എന്നെ ഒത്തിരി ദുഃഖിച്ചത് എനിക്കൊരു വിവാഹം നടക്കുന്നില്ലല്ലോ എന്നോർത്ത്. അപ്പൊ ആ ദേശക്കാരുടെ നടുവിലാണെങ്കിൽ ഞാൻ ഈ കമ്മൽ മാലയിടാതെയും ഇങ്ങനെ മാറി നിൽക്കുന്നതൊക്കെ കണ്ടപ്പോ അവരൊക്കെ പറയുന്നു, നിങ്ങള് ഈ കുഞ്ഞിനെ എന്തിനിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ എന്നൊക്കെ ഓർത്ത് അതിനെ നിങ്ങള് തിരിച്ച് ഈ കമ്മൽ മാലയൊക്കെ ഇട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഒരു ചെറുക്കനെയൊക്കെ ആലോചിച്ച് നമുക്ക് കെട്ടാമായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് അമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അമ്മയ്ക്കും അപ്പയ്ക്കും വല്ലാത്തൊരു വേദനയായിരുന്നു. വേദനയുണ്ടെങ്കിലും അവർ പുറത്ത് പറയുന്നില്ല. അവർ മുഖം കാണുമ്പോൾ എനിക്കറിയാമായിരുന്നു അവർക്ക് നല്ല വിഷമം ഉണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇവരുടെ മുഖം മാറുന്നു, ഇവരുടെ മുഖം വിഷമിക്കുന്നു, എനിക്ക് സന്തോഷമുണ്ട്, കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്നത് ഉറപ്പായിട്ട് എനിക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു നല്ല നിശ്ചയം എനിക്കുണ്ട്. പക്ഷെ ഈ ദേശക്കാരുടെ മുമ്പിലും
എന്റെ അമ്മയുടെ സ്വന്തക്കാരെല്ലാവരും നല്ല വിദ്യാഭ്യാസവും നല്ല സംഭരണം ഉള്ള ഫാമിലിയാണ്. പക്ഷെ അവരാരും ഞങ്ങളെ ഒരു മൈൻഡ് വെക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഒരു അഡ്രസ് ഉണ്ട്. ഒന്ന് മദ്യപാണികളുടെ കുടുംബം, അങ്ങനെ ഒരു അഡ്രസ്സായിരുന്നു. ഏത് സമയം വഴക്കും പണക്കവും ഉള്ള ഒരു കുടുംബമായതുകൊണ്ട് ആർക്കും നമ്മളെ അത്രയ്ക്ക് വലിയ കാര്യമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും തന്നെ നമ്മളെ കളിയാക്കുകയും പരിഹസിക്കുന്ന ഒരു അനുഭവം എനിക്ക് ആ ദേശത്തിന്റെ നടുവിൽ നടക്കുമ്പോൾ വല്ലാത്തൊരു വേദന തോന്നാറുണ്ട്. കർത്താവ് എന്ന് തീരും ഈ കഷ്ടത, എന്ന് തീരും ഈ ഒരു ഞെരുക്കം, ഈ വേദന, ഈ ഒരു ബുദ്ധിമുട്ട് എന്ന് മാറും ഇവരുടെ മധ്യയിൽ എനിക്ക് തല ഉയർത്തി നടക്കുന്ന ഒരു ദിവസം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് പല ദിവസങ്ങളും ഞാൻ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ദൈവത്തിന് ചോദിച്ചതിന് എല്ലാം ഉത്തരം ദൈവം തരുവാനിടയായി. വരുന്ന ദിവസങ്ങളിൽ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കല്യാണ ആലോചനകൾ അടുത്തെടുത്ത് വരുവാനിടയായി. വരുന്നവരെല്ലാരും പറഞ്ഞു അവർക്ക് ഒരു തടസ്സമില്ല, കണ്ടവരെല്ലാവരും വേണ്ടാന്ന് പറഞ്ഞില്ല, എല്ലാവരും തന്നെ സമ്മതിച്ചു. പക്ഷെ അവർ വന്നവരാരും കർത്താവിനെ അറിഞ്ഞവരല്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ച ആദ്യ ചോദ്യം, സ്നാനപ്പെട്ടതാണോ, യേശുവിനെ വേണ്ടി ഹൃദയം കൊടുത്ത ആളാണോ എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനില്ല. മിക്കപ്പോഴും വരുന്നവരെല്ലാവരും കത്തോലിക്കരായിരുന്നു, ഹിന്ദുക്കളായിരുന്നു, അങ്ങനെയുള്ളവരാണ് വന്നത്. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു, യേശുവിനെ അറിഞ്ഞവരാണോ, അതായത് സ്നാനപ്പെട്ടതാണോ? എനിക്ക് ഒരു ഡിമാൻഡ് മാത്രം ഞാൻ അവരോട് വെച്ചു. അപ്പൊ എനിക്ക് വരുന്ന ഒരു ഹസ്ബൻഡ് കഞ്ഞി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കിടപ്പാട് ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ യേശുവിനെ അറിഞ്ഞ ഒരാളായിരിക്കണം. ഞാൻ അങ്ങനെ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് കിടപ്പാട് ഇല്ലെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, കഞ്ഞിക്ക് വഴിയില്ലെങ്കിലും ഞാൻ പട്ടിണി കിടന്നോളാം, പക്ഷെ എനിക്ക് യേശുവിനെ അറിയാത്ത ഒരു ഹൃദയത്തോട് ചേർന്ന് പോകാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം വന്നാൽ ഞാൻ സ്വീകരിച്ചോളാം. അത് കണ്ണ് കാഴ്ചയില്ലാത്തവനാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുവാനിടയായി. അപ്പൊ എന്റെ അപ്പയും അമ്മയും എന്റെ മനസ്സിനെ വേദനിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്, എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ നീ യേശുവിനോട് പ്രാർത്ഥിക്കും, നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കട്ടെ, കാരണം ബാക്കിയുള്ള അനീതിമാരൊക്കെ നീ കാരണം വിഷമിക്കാൻ പാടില്ല, അതുകൊണ്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അന്ന് രാത്രിയിൽ ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തി കർത്താവിനോട് ചോദിച്ചു, കർത്താവെ എനിക്ക് ഇന്ന് കല്യാണം കഴിക്കണമെന്നില്ല, എനിക്ക് സന്തോഷമായിട്ട് അപ്പയോടും അമ്മയോട് കുറച്ച് നാളുകൂടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവരെല്ലാരും വേദനിക്കുന്നു ഞാൻ കാരണം. എന്റെ അനിയത്തിമാരുടെ കല്യാണം എല്ലാം ബ്രേക്ക് ആവുക. അപ്പം അവർക്കെല്ലാം നല്ല സൗന്ദര്യമുള്ളത് കൊണ്ട് പെട്ടെന്ന് ആലോചന വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ഒരു തടസ്സമാകരുത്, അതുകൊണ്ട് എന്നോട് ദൈവം സംസാരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് ദൈവം തന്ന ഒരു ആലോചന ഇങ്ങനെ ദൈവം പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഈ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലിരുന്ന് നീ വേറെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ കുടുംബമായിട്ട് മാറി 6ാമത്തെ മാസത്തിൽ നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കാൻ പോകുന്നു, അതുകൊണ്ട് നീ ധൈര്യപ്പെട്ടിരിക്കാന്ന് പറഞ്ഞു. ഞാൻ അത് ഒരു സംശയമില്ലാതെ അത് വിശ്വസിച്ചു. ഞാൻ എന്റെ അമ്മയോട് അപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട, ഇന്ന് കർത്താവ് എന്നോട് സംസാരിച്ച വാക്യം ഇതാണ്, ഇന്ന് ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറി 6ാമത്തെ മാസം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്ന വഴി ദൈവം തുറക്കാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട. ഇനി ഞാൻ ഒത്തിരി നാളത്തേക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, 6ാം മാസത്തിൽ എനിക്ക് വേണ്ടിയുള്ള ആൾ എന്നെ തേടി വരും, ഞാൻ ആ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പറയുവാനിടയായി. എന്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അന്ന് ഒരു പ്രതീക്ഷയില്ല. ഞങ്ങൾ ആ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ കുഴത്തുപുഴയിൽ നിന്ന് പൂക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകുന്ന 9B കോളനി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത് ഒരു കോളനിയാണ്, ഓരോ കോളനി ആയിട്ടാണ് വിഭാഗിച്ചിരിക്കുന്നത്. അതായത് ശ്രീലങ്കയിൽ നിന്ന് വന്നവരൊക്കെ ഓരോ കോളനി ആയിട്ടാണ് അവർ ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ 9B കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ആലോചന പറയുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് മാറി 6 മാസത്തിന് മുമ്പ് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ജീവിതം നിന്നെ തേടി വരും എന്ന് പറഞ്ഞ ഒരു ആലോചന പറയുന്നത്. അപ്പൊ അന്ന് പ്രതീക്ഷയില്ലേ ഞങ്ങൾ അവിടെ നിന്ന് മാറുന്നോ, അങ്ങനെ ഒരു തീരുമാനമോ ഒന്നും ഇല്ലാത്ത ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ആലോചന വന്നത്. അപ്പയ്ക്ക് അമ്മയെ വിശ്വസിച്ചില്ലേ എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അത് വിശ്വസിച്ചു. കർത്താവ് എന്നോട് സംസാരിച്ചതാണല്ലോ, എന്നവർ ആ വാക്കിനോ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്താത്ത ദൈവമാണല്ലോ എന്നോട് സംസാരിച്ചതെന്ന് ഓർത്ത് ഞാൻ ധൈര്യമായിട്ട് വിശ്വസിച്ചു. അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും മിണ്ടുന്നില്ല അതിനെ കുറിച്ച്. 6 മാസം കൊണ്ടുള്ള ഗ്യാപ്പ്. ആ സമയത്താണ് പെട്ടെന്ന് ഞങ്ങളുടെ അപ്പ RPL പ്ലാന്റേഷനില് ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് കോളനിയിൽ പുതിയ വീടുകളൊക്കെ മാറി കുറച്ച് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ട് അവർ വീട് കൂടുതലായിട്ട് ഇടുക്കമായിട്ട് താമസിക്കുന്നവർക്കൊക്കെ കുറച്ച് ആൾക്കാർക്ക് വീട് കൊടുക്കുവാനും ഇടയായി. ആ സമയത്ത് ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ടായതുകൊണ്ട് ചുറ്റപ്പന്മാർ അങ്ങനെ എല്ലാം ഇടുങ്ങി താമസിക്കുന്നതുകൊണ്ട് അവർ പറഞ്ഞു ഒരു ഫാമിലി ഇതിനകത്ത് നിന്ന് മാറ്റാം. അപ്പൊ അങ്ങനെ വീടുകൾ കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറി വേറെ കോളനിയിലേക്ക് പോകാനുള്ള ഒരു പുതിയ വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മാറാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഓക്കെ ആയി, സന്തോഷമായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട് പോയി നോക്കാം എന്ന് പറഞ്ഞ്
ഞങ്ങൾ ആ വീട് പോയി കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പം എൻ്റെ അപ്പോഴേ അമ്മയെ എന്നോട് ചോദിക്കുവാണ് ഏത് വീടാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ഒത്തിരി ബിൽഡിംഗ് ഇങ്ങനെ കെട്ടി ഓരോ വീടുകൾ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ കെട്ടി ഇരിക്കുന്ന നല്ല പുതിയ വീട്, വാർക്ക് വീട്, നല്ല സെറ്റപ്പായിട്ടുള്ള വീടുകൾ, എല്ലാ സൗകര്യമുള്ള വീടുകൾ ഇങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, കർത്താവ് പറഞ്ഞ വീട് ഏതാണെന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓടി ചെന്ന് ആദ്യമായിട്ടിരിക്കുന്ന വീട്ടിന്റെ മുമ്പിൽ പോയി നിന്നു. കർത്താവ് പറഞ്ഞു, ഇത് തന്നെയാണ് എനിക്ക് വേണ്ടി ഉറപ്പിച്ച വീട്, നീ ഇങ്ങോട്ട് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ദൈവ പ്രേരണ തന്നപ്പോഴത്തേക്ക് ഞാൻ ഓടി ചെന്ന് ആ വീട്ടിൽ മുമ്പിൽ പോയി കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നീ തന്നെ വീടിനായി സ്തോത്രം. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് അപ്പയോട് പറഞ്ഞു, അപ്പാ ഇതാപ്പാ നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വീടെന്ന് പറഞ്ഞു. ആ വീടിന് മുറ്റത്ത് തന്നെ കിണറൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കിണറ്, വെള്ളം കോരാൻ എല്ലാ സൗകര്യവും ഉള്ള വീട്. അപ്പം ഞങ്ങള് അവിടെ നിന്ന് നോക്കിയപ്പോൾ ചുറ്റിലും വീടുകൾ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാ കാര്യത്തിനും നല്ല ഒരു സൗകര്യമുള്ള വീടായതുകൊണ്ട് ഞാൻ അത് തന്നെ ദൈവം പറഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്നു. അപ്പൊ അപ്പൊ പറഞ്ഞു, എന്നാ ശരി, നിന്നോട് ദൈവം സംസാരിച്ചെങ്കിൽ അത് ഉറപ്പായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറുവാനിടയായി. കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി. ഞങ്ങൾ ദേവദാസനെ വിളിച്ചു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് ദൈവം തന്നിട്ടുണ്ട്, ദേവദാസൻ വന്ന് ഇതൊന്ന് പ്രതിഷ്ഠ ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഇന്ന ഡേറ്റില് ഇന്ന ദിവസം ഞാൻ വരാം, എല്ലാ കാര്യം അറേഞ്ച്മെന്റ് ചെയ്തോളാൻ പറഞ്ഞു. അന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കൃത്യസമയമായപ്പോ ദേവദാസനക്ക് അവിടെ എത്താൻ പറ്റാതെ വന്നു. അന്നേരം ദേവദാസൻ പറഞ്ഞ, ഒരു കാര്യം ചെയ്യും, മോള് പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് കയറിക്കോ. അപ്പോൾ ധൈര്യമായിട്ട് ഞങ്ങൾ കയറി അമ്മയെ കൊണ്ട് തീ കത്തിച്ചോളാം പറഞ്ഞു. അന്ന് ഞങ്ങൾ വീട്ടിലേക്ക് കയറി. അപ്പൊ പാസ്റ്റർ വരും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ എല്ലാ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് റെഡി ആയിരിക്കുന്നത്. പക്ഷെ അന്നത്തെ ദിവസം പാസ്റ്ററിന് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു. അന്നേരം ദേവദാസൻ പറഞ്ഞു, വേറെ ആരെയും അന്ന് വിടുന്നുമില്ല, എന്നോട് തന്നെ പറയുക, മോള് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് കയറിപ്പോ, പാലമ്മ തീ അടുപ്പിൽ അമ്മ കത്തിച്ചോളും എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, എന്റെ കർത്താവ് ഒരു വീടിന്റെ പ്രതിഷ്ഠ വരെ എന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാനിടയായി. അങ്ങനെ അത്ഭുതമാനായ ദൈവം ഓരോ സ്ഥലത്തും ദൈവം എന്നെ കാണിക്കുവാനിടയായി. ഞാൻ ഒരു സമയത്ത് ഞാൻ ഓർത്തു, ഒന്നിനും യോഗ്യത ഇല്ലാത്ത എന്നെ കർത്താവ് ബൈബിളിനകത്ത് കാണുമ്പോൾ കഴുത കുട്ടിയായിരിക്കുന്ന ആ ഒരു മൃഗത്തെയാണ് ദൈവം തിരഞ്ഞെടുക്കുവാനിടയായത്. എത്രയോ മൃഗങ്ങൾ കൊണ്ട്, ശ്രേഷ്ഠമായിട്ട് പറയാൻ എത്രയോ മൃഗങ്ങൾ ഉള്ളപ്പോൾ കർത്താവ് വാഹനമേറിയത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ്. അപ്പൊ ഒന്നിന് യോഗ്യത പറയാതെ ഇരിക്കുന്ന എന്നെ, ആർക്കും വേണ്ടാത്ത ഒന്നും സൗന്ദര്യം കൊണ്ടും എല്ലാം കൊണ്ടും ഒന്നിനും വേണ്ടാത്ത എന്നെ ദൈവം ഉപയോഗിക്കുവാനിടയായി. നല്ല ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് ഓർത്ത് ദൈവത്തെ അധികമായി സ്തുതിക്കുവാനിടയായി. അപ്പൊ ഞാൻ ആ കർത്താവിനോട് പറഞ്ഞു, നീ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി, ഇനി എനിക്ക് 6 മാസത്തിനുള്ളിൽ നീ പറഞ്ഞിരിക്കുന്ന ആ വിവാഹം ദൈവം എനിക്ക് തരണം. കാരണം ഇവരുടെ മുമ്പിൽ എനിക്ക് വെറുതെ തല ഉയർത്തി നിൽക്കണമെങ്കിൽ, എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തണമെങ്കിൽ എന്നെ ഇവിടെ മാനിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ദിനം അവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പാനിടയായി. ആ സമയങ്ങളിലൊക്കെ ഞാൻ വെറുതെ ചുമ്മാ അവിടെ ഇരുന്നില്ല. തൊട്ടടുത്ത് ഉള്ള വീടുകളിലൊക്കെ ഓരോ ദിവസം സന്ധ്യ പ്രാർത്ഥന ഓരോ വീടുകളിലേക്ക് മാറുവാനിടയായി. അടുത്തുള്ളവരെല്ലാം ഞാൻ കൂട്ടുപിടിച്ചിട്ട് തൊട്ടടുത്തുള്ളവരെല്ലാം സന്ധ്യ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഓരോ വീട്ടിലും അങ്ങനെ ചുറ്റിലിരിക്കുന്ന വീടുകളിലൊക്കെ ഞാൻ കയറി നിന്ന് പ്രാർത്ഥിക്കും. ഞാൻ മാത്രമല്ല, എൻ്റെ അപ്പയും അമ്മയും ഉൾപ്പെടുത്തുന്നതിനകത്ത് ഓരോ വീടുകളിലേക്കും ഓരോ രാത്രി പ്രാർത്ഥന, സന്ധ്യ പ്രാർത്ഥന ഞങ്ങൾ നടത്തുവാനിടയായി. അങ്ങനെ നടത്തി എല്ലാവരും തന്നെ വിശ്വാസത്തിൽ പറയാൻ ദൈവം അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുവാനിടയായി. തൊട്ടടുത്ത് 2 കുഞ്ഞുങ്ങൾ പെൺപിള്ളേർ, ഒരു അമ്മയും ഒരു അപ്പനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരും സ്നാനപ്പെടുവാനിടയായി. ഇപ്പുറ സൈഡ് വലത്തെ സൈഡിൽ നിന്ന് ആ ഫാമിലിയും പള്ളിയിലേക്ക് ഞാൻ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാനിടയായി. അതുപോലത്തെ മുമ്പ് ഇരുന്ന വീട്ടിലുള്ളവരെയും ആ സഹോദരനെയും ദൈവസ്ഥലത്തിൽ കൊണ്ടുപോകാനൊക്കെ കർത്താവ് എന്നെ കൊണ്ട് ഉപയോഗിക്കുവാനിടയായി. ഒന്നിനും യോഗ്യത പറയാതിരുന്ന എന്നെ ദൈവം ഉപയോഗിച്ച വിധങ്ങളെയാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവ് ഒരാളെ ഉപയോഗിക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ആരടച്ചു വെച്ചാലും അത് തടയുവാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഏത് രീതിയിലും ദൈവം ചെയ്തെടുക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. പിന്നെ എന്റെ സഹോദരൻ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര തടസ്സമായിരുന്നു. എല്ലാവരും വിശ്വാസത്തിൽ വന്നെങ്കിലും അവനക്ക് ഈ പത്രോസ് അല്ല തോമസ് എപ്പോഴും കർത്താവിനെ കണ്ടു വിശ്വസിക്കുന്നു. പറഞ്ഞ ഒന്നും പുള്ളി അംഗീകരിക്കൂല, കണ്ടാലേ വിശ്വസിക്കൂല. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു എൻ്റെ ആങ്ങള്. അവനെപ്പോഴും ഈ പ്രാർത്ഥനയുടെ ഇടയിലെല്ലാം വന്ന് ഒരു കുസൃതികളൊക്കെ ഉണ്ടാക്കും. അന്യഭാഷ പറയുമ്പോൾ ഇടയ്ക്ക് കളിയാക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ ഞാൻ അവനോട് എപ്പോഴും പറയും, നീ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോ, ഒരു ദിവസം ദൈവം നിന്നെയും പിടിക്കും, അന്ന് നീ ഉപയോഗിക്കപ്പെടും എന്ന് പറഞ്ഞ് ഞാൻ തമാശയായിട്ട് പറയെങ്കിലും അവനക്ക് വേണ്ടി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനിടയായി. ആ സമയത്ത്
എന്റെ ആങ്ങളെ അവന് തൃശ്ശൂരിൽ ഒരു ഗാർഡൻ വർക്കിലായിരുന്നു. അപ്പൊ അവന് എപ്പോഴും ഇടയ്ക്ക് മാത്രമേ വീട്ടിൽ വരുള്ളൂ. വീട്ടിൽ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്നോട് എപ്പോഴും യുദ്ധമായിരുന്നു. യുദ്ധം അമ്മയും അപ്പനെയും വശത്താക്കി, പക്ഷെ എന്നെ ഒരിക്കലും നീ വശത്താക്കാൻ പറ്റിയല്ല. നീ പറയുന്ന വാക്കുകളൊന്നും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് വാശിക്ക് ശബരിമലയിൽ പോകാനൊക്കെ തീരുമാനിച്ച് മാലയൊക്കെ ഇട്ട് വീട്ടിലേക്ക് കടന്നു വരുവാനിടയായി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് കർത്താവിനെ വേണ്ടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വീട്ടിൽ തന്നെ ഒരാള് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. അപ്പൊ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു വിഷമം വന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ വിശ്വസ്തനാണ്, ഇന്നേ വരെ എന്നെ കൈവിട്ടിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയങ്ങൾക്ക് പോലും ഇനി മാറി നിന്നിട്ടില്ല. പക്ഷെ നാളെ നാളെയിട്ട് ശബരിമലയിൽ പോകാൻ വേണ്ടി വന്നിരിക്കുക. ഇതിന്റെ മധ്യ ദൈവത്തിന്റെ മഹത്വം നീ വെളിപ്പെടുത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവനെ വാശിക്ക് എല്ലാ കാര്യങ്ങളും റെഡിയായി മലയ്ക്ക് പോകാൻ വേണ്ടി അന്ന് രാത്രി ഒരുങ്ങുന്ന സമയത്ത് ദൈവം അവനെ പോകാൻ അനുവദിച്ചില്ല. അവനക്ക് ഒരു കാര്യം മനസ്സിലായി, നിന്റെ പ്രാർത്ഥന കാരണമാണ് എനിക്ക് അന്ന് പോകാൻ പറ്റാതെ വന്നതെന്ന്. അത് പറയാൻ കാരണമുണ്ട്. സാധാരണ ഹിന്ദുക്കളായിരിക്കുമ്പോൾ ഭയങ്കര വിശുദ്ധിയും വേർപാടോടാണ് അവർ ശരീരവിശുദ്ധി എല്ലാ കാര്യങ്ങളും അവർ നോക്കുമല്ലോ. ഒന്ന് അന്നത്തെ ദിവസം ഭയങ്കര ഉപവാസം എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ അവർ അന്ന് മലയ്ക്ക് പോകുന്ന ദിവസം ഭയങ്കര ഭക്തിയോട് അന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുമ്പോഴാണ് എൻ്റെ ഏറ്റവും ചിറ്റപ്പെട്ട ഏറ്റവും ഇളയ കുഞ്ഞ് അന്ന് അവള് അവിടെ അന്ന് ആദ്യമായിട്ട് പ്രായപൂർത്തിയായത്. അപ്പൊ അവൾക്ക് അത് അങ്ങനെ ഒരു സാഹചര്യം വന്ന ഹിന്ദുവായിരിക്കുന്ന ഒരു അശുദ്ധിയാക്കപ്പെട്ടുന്ന, അപ്പൊ അങ്ങനെ ഉള്ളവരും അന്നത്തെ മലയ്ക്ക് പോകാൻ പറ്റിയല്ല. അത് സ്വാഭാവികമായിട്ട് അവർ തന്നെ വേണ്ടെന്ന് വെക്കും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുവാനിടയായി. അന്ന് പോയില്ല. എന്നിട്ട് അവന് ഒരുപാട് കരഞ്ഞു, ഞാൻ മലയ്ക്ക് പോകാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു, നീ കാരണം എനിക്ക് പോകാൻ പറ്റാതെ വന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടങ്ങളൊക്കെ പറയുവാനിടയായി. എങ്കിലും ഞാൻ ദൈവത്തോട് പറഞ്ഞത്, എന്റെ കർത്താവ് വിശ്വസ്തനാണ്. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് എന്റെ അപ്പയും അമ്മയും എല്ലാം ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ മലയ്ക്ക് പോകാന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമം വരുന്ന കാര്യമാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അപ്പൊ ദൈവം അവിടെ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുവാനിടയായി. അങ്ങനെ പോകാൻ പറ്റിയില്ല. അന്ന് തൊട്ട് എന്നോട് ഒരു ഭയങ്കര വിഷമമായിരുന്നു. എങ്കിലും പിന്നീടുള്ള നാളുകൾ അവനക്ക് ഒരു കർത്താവിനെ അറിയുവാനുള്ള ഒരവസരം ദൈവം തരുവാനിടയായി. തൃശ്ശൂരിൽ അവന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചാക്കോള എന്ന് പറയുന്ന ഒരു വീട്ടിലാണ് അവന് ഗാർഡൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴും വരുമ്പോഴെല്ലാം പറയും, നിന്റെ യേശു ഒന്നും ദൈവമല്ല, ഞാൻ വിശ്വസിക്കുന്നത് ഗണപതിയാണ്, ആ ഗണപതിയാണ് ഏറ്റവും വലിയ ദൈവം, അതിനെ വിശ്വസിക്കണം, നീ പറയുന്ന പോലല്ല യേശു കർത്താവ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നതല്ല എന്നൊക്കെ പറഞ്ഞ് നിനക്ക് തെറ്റായ ധാരണയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നും പറയാറില്ല. സത്യ ദൈവമാണെന്നുള്ളത് ദൈവം ഒരു ദിവസം എന്നെ അറിയിക്കുവാനിടയായി. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒന്നും റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി. അന്ന് ഒരു ദിവസം ഇവൻ അങ്ങനെ ചാക്കോള വീട്ടില് തൃശ്ശൂരില് ഗാർഡൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിന്റെ നടുവില് താഴ്ചയുള്ള ഒരു കിണറാണ്. ആ കിണറ്റില് അവന് അങ്ങനെ ചുറ്റിലും ഈ പുല്ലെല്ലാം ചെത്തി വന്നപ്പോൾ അവൻ അറിയാതെ കിണറ്റിനകത്ത് പോയി. അന്ന് ഒരു സൺഡേ അവര് ആ വീട്ടിലുള്ളവരെല്ലാരും ആരാധനയ്ക്ക് പോയി. അന്ന് ആരും ഇല്ല ആ വീട്ടിൽ. അത് വലിയൊരു വീടാണ്. അപ്പം ആ വീട്ടില് ഇവ മാത്രം ഗാർഡൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ അറിയാതെ ആ കിണറ്റിൽ ചാടുവാനിടയായത്. ചാടിയിട്ട് അത് ഒത്തിരി താഴ്ച ഉള്ളതും അതുപോലെ തന്നെ വീതി ഇല്ലാത്ത ഒരു കിണറാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവനക്ക് നീന്താനുള്ള സൗകര്യം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പൊ അവനിങ്ങനെ അടിയിൽ പോയി മേലിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. അവനെ രക്ഷപ്പെടുത്താൻ ആരും ഇല്ലാത്ത ഒരവസ്ഥ. അപ്പൊ അവനത് അവിടെ കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് അലറിക്കരഞ്ഞു, എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഒരുപാട് കരഞ്ഞിട്ടും അവനെ എന്തായാലും ഇനി നമുക്ക് രക്ഷയില്ല, നമ്മൾ മരിച്ചു പോകും. അപ്പോഴാണ് ഇവന്റെ മനസ്സിൽ ദൈവം ഒരു ചിന്ത കൊണ്ടുവന്നത്. എന്റെ ചേച്ചി എപ്പോഴും പറയുമല്ലോ, യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ദൈവത്തെ വിളിക്കും, ആര് എന്നെ രക്ഷിക്കുന്നുവോ അവരാണ് എനിക്ക് അവസാനം വരെ ദൈവമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ആ കിണറ്റിൽ കടന്നുകൊണ്ട് താഴുകയും പൊങ്ങുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ തീരുമാനമെടുത്തു. യേശു എല്ലാ ദൈവങ്ങളെയും വിളിച്ചു, ആരും അവന്റെ സൗണ്ട് കേൾക്കാൻ പോയില്ല.
യേശുവെ നീ ദൈവമാണെങ്കിൽ എന്നെ ഈ കിണറ്റിൽ നിന്ന് വെളിയിലെടുക്കുവാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ആ കിണറ്റിൽ കിടന്നു തീരുമാനം എടുത്തു. ആ സമയത്ത് യേശുവെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചു, ഉറക്കെ വിളിച്ചപ്പോ ആ സൗണ്ട് കേട്ട് ആ മതിലിന്റെ അപ്പുറത്ത് ഒരു സഹോദരൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി വന്നതാ. അപ്പുറത്ത് വെച്ചാൽ ആ സൗണ്ട് ആ സഹോദരൻ കേട്ടപ്പോ എവിടെന്നാ നീ വിളിക്കുന്നേ എന്നുള്ള വിളി തിരിച്ച് കേട്ടപ്പോ അവൻ പറഞ്ഞ്, ഞാൻ ഇതുപോലെ ഈ വീട്ടില് കിണറിന്റെ അകത്താ കിടക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കാവോ എന്ന് പറഞ്ഞ് വിളിച്ചു ഊവി പറഞ്ഞു. പറഞ്ഞപ്പോഴത്തേക്ക് ആ സഹോദരൻ ഒന്നും കൂടെ ബലം പിടിച്ച് ഇങ്ങനെ ആ വെള്ളത്തേക്ക് ഒന്ന് പിടിച്ചു നിന്നോ, ഞാൻ ഓടിച്ചെന്ന് ആരെങ്കിലും വിളിച്ചിട്ട് വന്നേക്കാന്ന് പറഞ്ഞ് ആ സഹോദരൻ ഓടിച്ചെന്ന് ആ ടൗണിലിരുന്ന് കുറച്ചു പേരെ വിളിച്ച് ഒരു വള്ളിയും കൊണ്ടുവന്ന് ഇട്ട് അവനെ ആ കിണറ്റിൽ നിന്ന് മേലിലേക്ക് പൊക്കിയെടുക്കുവാനിടയായത്. അപ്പൊ അന്ന് കിണറ്റിൽ നിന്ന് പുറത്ത് വന്നപ്പോഴത്തേക്ക് അവൻ ഭയങ്കര വെള്ളമൊക്കെ ഒത്തിരി വയറിനകത്തൊക്കെ പോയി അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. എല്ലാം മാറി, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വന്ന് വീട്ടിലേക്ക് വന്നു. അവൻ വന്നപ്പോൾ ഒരു തീരുമാനത്തോടാണ് വരുവാനിടയായത്. വന്നപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു, ആരും എന്നെ രക്ഷപ്പെടുത്താൻ വന്നില്ല. അവസാനം ഞാൻ യേശുവേ നീ ദൈവമാണെങ്കിൽ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവസാന സമയം ഞാൻ വിളിച്ചപ്പോ എന്റെ വിളി ശബ്ദം വേറെ ഒരാൾ കേട്ടു. ആ കേട്ടപ്പോഴാണ് ഞാൻ അതിനകത്തുനിന്ന് പുറത്തു വന്നത്. അങ്ങനെയാണെങ്കിൽ ആ യേശു ജീവിക്കുന്ന ദൈവം എന്നുള്ളത് ഞാൻ കിണറ്റിൽ നിന്ന് മനസ്സിലാക്കുവാനിടയായി. അതുകൊണ്ട് ആ ദൈവത്തിന് വേണ്ടി ഞാനും വരുക എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം അവനും പ്രാർത്ഥനയ്ക്ക് വരുവാനിടയായി. അങ്ങനെ അവനും സ്നാനപ്പെട്ടു, അനിയത്തി സ്നാനപ്പെട്ടു. അങ്ങനെ എല്ലാവരും ഇതിനെ കുടുംബമായിട്ട് കർത്താവിനെ സ്വീകരിക്കുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ദൈവം അവസരം തരുവാനിടയായി. അപ്പോൾ തന്നെ അപ്പ മാറപ്പെട്ടു. എങ്ങനെ എന്റെ മൂത്ത പെണ്ണിന് കല്യാണം എങ്ങനെ നടക്കും എന്നൊക്കെ ഓർത്തിരുന്നപ്പോഴാണ് തൊടുപുഴയിൽ നിന്ന് ആലോചന വരുന്നത്. അതെ, തൊടുപുഴയില് കോടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ ഒരു ചിറ്റപ്പൻ കല്യാണം ആയി അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ അവര് ചെന്ന് ചർച്ചിൽ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, എന്റെ ചേട്ടന്റെ മകൾക്കൊരു ആലോചനയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, ഒരു നല്ലൊരു വിവാഹം ആലോചന വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. ആ സഭയിൽ തന്നെ പോകുന്ന ഒരു ചേച്ചി അത് കേട്ടിട്ട് അവര് പറഞ്ഞു, എന്റെ ആങ്ങളയ്ക്കും ഒരു ആലോചന, ഒരു പെണ്ണിനെ ആവശ്യപ്പെട്ട് അങ്ങനെ ഇരിക്കുവാണെങ്കിൽ അപ്പൊ എന്നാ ഇതൊന്ന് ആലോചിച്ചാലോ എന്ന് പറഞ്ഞ് അങ്ങനെ തമ്മിൽ സംസാരിക്കുകയും അവർ തമ്മിൽ ഈ ആലോചനയുമായിട്ട് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്നാലും ഇവർ ഫോണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചല്ലാതെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. രണ്ട് ഫാമിലിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഫോണിൽ കൂടി ഇന്ന് സംസാരിച്ചു. ആങ്ങളേക്ക് അപ്പൊ എന്റെ കൊച്ച് അവൻ പോയി നേരിട്ട് ഞാൻ കണ്ടിട്ട് നിനക്ക് പറ്റിയ ഒരാളാണെങ്കിൽ ഞാൻ അത് അറേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവന് തൊടുപുഴയ്ക്ക് വരുവാനിടയായി. തൊടുപുഴയ്ക്ക് വന്ന് ഞാൻ അവന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, നീ നോക്കേണ്ടത് ആ വീട്ടിൽ എന്താ ഉണ്ട് ഏത് ഉണ്ടെന്ന് ഒന്നും നീ നോക്കാൻ പോകണ്ട. ആ ചെറുക്കൻ സ്നാനപ്പെട്ടതാണോ യേശുവിനെ അറിഞ്ഞതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അവരുടെ വീട്ടിൽ ഒന്നും ഇല്ലെങ്കിലും എനിക്ക് വിഷയമില്ല, അവർക്ക് കഞ്ഞിക്ക് വകയില്ലെങ്കിലും വിഷയമില്ല, കർത്താവിനെ അറിഞ്ഞ ഒരു വിശ്വാസിയാണെങ്കിൽ മതി. പിന്നെ പുകവലിയോ മദ്യമാണോ ഈ രണ്ടും ഇല്ലാത്ത ഒരു മനുഷ്യനായിരിക്കും. ഇത് രണ്ട് മാത്രമേ ഉള്ളായിരുന്നു എന്റെ ഡിമാൻഡ്. അങ്ങനെയുള്ള ഒരു ചെറുക്കനാണെങ്കിൽ, അത് കണ്ണ് കാഴ്ചയില്ലാത്തതാണെങ്കിൽ വേണ്ടില്ല, ഒരു ഹാൻഡിക്രാഫ്റ്റ് ആണെങ്കിലും എനിക്ക് വിഷയമില്ല, പക്ഷെ എനിക്ക് യേശുവിനെ അറിഞ്ഞ ഒരാളായിരിക്കും. മദ്യം കഴിക്കാൻ പാടില്ല, പുക കുടിക്കാൻ പാടില്ല, അങ്ങനെ ഒരു ജീവിതമാണെങ്കിൽ അത് നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞ് അവന്റെ ചെവിയിൽ ഞാൻ പറഞ്ഞു വിടുവാനിടയായി. അതിനു മുമ്പ് ഒത്തിരി ആലോചന വന്നെങ്കിൽ എല്ലാം റിജക്റ്റ് ആയത് ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞാണ്. പക്ഷെ ഈ ഒരു ആലോചന മാത്രമേ അവന്റെ ചെവിയിൽ ഞാൻ പറഞ്ഞു വിട്ടു, അങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇവൻ അവിടെ വന്ന് കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ പുകവലിയില്ല, മദ്യമില്ല, ഓക്കെ എന്ന് പറഞ്ഞ് അവൻ അവിടെ വെച്ച് സമ്മതിച്ച് പോന്നു. വീട്ടിലേക്ക് വന്ന് എന്നോട് പറഞ്ഞു, നീ പറഞ്ഞ ഡിമാൻഡ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നന്നായി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു പറയുവാനിടയായി. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് നിന്റെ ഹിതമാണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ സമയമായി, അതിനുവേണ്ടി ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ കുഞ്ഞിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോയാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞു, അവിടെ എനിക്കൊരു പണിയുണ്ട്. കാരണം ആ ചെറുക്കൻ അവരുടെ കുടുംബം കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ദൈവത്തെ അറിഞ്ഞതാണ്. അവരുടെ അപ്പയും അമ്മയും സഹോദരി എല്ലാം സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടതാ. പക്ഷെ ആ ചെറുക്കൻ മാത്രം ഇപ്പോഴും കമ്മൽ മാലയോട് താല്പര്യമുള്ള ചെറുക്കനാ. അതുകൊണ്ട് നീ ചിലപ്പം കമ്മൽ മാല ഇട്ടുകൊണ്ട് അവിടെ പോകേണ്ടി വരും. അതുകൊണ്ട്
അതിന് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യം ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കമ്മൺമാല ഇടുന്നതിന് കുഴപ്പമില്ല, അവിടെ ചെന്നിട്ട് എത്ര ദിവസമായി, എങ്ങനെയാണ് എന്റെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞ് സമയമായിട്ടുണ്ട്, ഓക്കെ ആയിക്കോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ കർത്താവ് ചുമ്മാ എന്നെ വിടൂല, അവിടെ എന്തോ ഒരു പണി എനിക്ക് ഉണ്ടെന്നുള്ളത് മാത്രം എനിക്കറിയാം. അതുകൊണ്ട് ധൈര്യമായിട്ട് ഓക്കെ പറഞ്ഞോ, കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവർ രണ്ടുപേരും അന്ന് എന്റെ ഫാമിലിയിലുള്ളവർ എന്റെ ആങ്ങളെ മാത്രമേ പോയിട്ടുള്ളൂ, അവരുടെ വീട് കണ്ടിട്ടുള്ളൂ, ചെറുക്കനെ കണ്ടിട്ടുള്ളൂ, അവരുടെ അപ്പനമ്മയെ കണ്ടിട്ടുള്ളൂ. അവിടെ നിന്ന് അവരുടെ വീട്ടുകാർ ആരും എന്റെ വീട്ടിലേക്ക് വന്നില്ല. എന്നെ കാണുന്നത് തൊടുപുഴയില് കലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ചേച്ചിയുടെ സഭ അവിടെയാണ് എന്നെ വരാൻ പറഞ്ഞത്. ചെറുക്കനെ പെണ്ണിനെ കാണാൻ വേണ്ടി, രണ്ടുപേരെയും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞത് ഒരു സഭയിലാണ്. അവിടെ കലൂർ സഭയില് ആ ദേവദാസന്റെ ഒരു കെയർ ഓഫിലാണ് ഞങ്ങൾ രണ്ടുപേരെ അവിടെ കൂട്ടി വരുത്തി. അവിടെ ഞാനും ഇപ്പൊ എന്റെ പ്രിയപ്പെട്ടവനെയും രണ്ടുപേരും കണ്ട് ഞങ്ങൾ അവിടെ സംസാരിച്ചു. അന്ന് ദൈവം അവിടെ വെച്ച് ഉറപ്പിച്ചു. പക്ഷെ രണ്ടുപേരുടെ വീട്ടിലേക്കും രണ്ട് കുടുംബക്കാരും പോയിട്ടില്ല. അവിടെ വെച്ച് തന്നെ ഡേറ്റ് എല്ലാം ഉറപ്പിച്ച് അങ്ങ് വിട്ടു. എൻഗേജ്മെന്റിന് അന്ന് അവരുടെ വീട്ടുകാരെല്ലാം നമ്മളെ കാണുന്നത്. അതേപോലെ കല്യാണത്തിന്, വിവാഹത്തിന് അന്നാണ് എന്റെ ഫാമിലിക്കാരെല്ലാം ചെറുക്കന്റെ വീട് കാണുന്നതും ചെറുക്കന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതെല്ലാം അറിയുന്നത് അന്നാണ്, കല്യാണത്തിന് അന്നാണ്. അങ്ങനെ ഒരു വിവാഹം ദൈവം ഒരു പ്രത്യേക തരത്തിലാണ് ഞങ്ങളുടെ വിവാഹം ദൈവം നടത്തുവാനിടയായത്. അതുപോലെ തന്നെ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും ദൈവം അതെല്ലാം മാറ്റി അതാത് സമയത്ത് പറഞ്ഞ വാക്കിന്റെ പടി തന്നെ 6-ാം മാസത്തിൽ ദൈവം എനിക്ക് നല്ലൊരു വിവാഹ ജീവിതം ദൈവം തരുവാനിടയായി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ജീവിതങ്ങൾ മുമ്പോട്ട് പോയിരിക്കുന്നു. ഞാൻ കമ്മൾമാല ഇല്ലാതെയാണ് കല്യാണം കഴിച്ചത്. 2-3 ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു കമ്മൾമാല ഇട്ടോണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കല്യാണം കഴിച്ച് ചെന്നതല്ലേ ഉള്ളൂ, അപ്പൊ ധിക്കാരം ഒന്നും പറയാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞ് വീട്ടിലെ അമ്മയെ ഇട്ടിട്ടില്ല, ചേച്ചി ഇട്ടിട്ടില്ല, പിന്നെ എന്നോട് മാത്രം ഇടാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചു. അന്ന് ഞങ്ങൾക്ക് ഹിന്ദുവായിരുന്നപ്പോ കുറെ സ്വർണങ്ങളൊക്കെ മേടിച്ചു വെച്ചായിരുന്നു. അപ്പം ആ സ്വർണങ്ങളൊക്കെ എന്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സ്വർണമായിട്ട് എന്റെ അപ്പ തന്നു വിട്ടു. ഇടുവാണെങ്കിൽ ഇട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നു വിട്ടു. പൈസ ആയിട്ട് കൊടുക്കാതെ സ്വർണമായിട്ട് തന്നെ തന്നു വിട്ടു. അപ്പൊ അത് ചുമ്മാ ഇരുന്ന ആരെങ്കിലും കള്ളന്മാർ എടുത്തിട്ട് പോകൂലേ, അതുകൊണ്ട് നീ കുറച്ച് നാളത്തേക്ക് ഇട്ടോ എന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോ ഞാൻ അത് കുറച്ച് നാൾ ഇട്ടു. അങ്ങനെ ഇട്ടപ്പോ 3-ാം മാസം ആയപ്പോ എന്റെ ഹൃദയത്തോട് ദൈവം സംസാരിച്ചു. ഈ ഇത് ഒരു പ്രത്യേക രീതിയിൽ ദൈവം എനിക്ക് ഒരു നിയോഗം തന്നു. മനസ്സിലിങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഇപ്പം എന്റെ പ്രിയപ്പെട്ടവനെയും പ്രസാദിപ്പിക്കണം, കർത്താവിനെയും പ്രസാദിപ്പിക്കണം, ആരെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രസാദിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യത്തോട് മുമ്പോട്ട് പോവുകയാണിടയായി. അങ്ങനെ 2005 എന്റെ വിവാഹം നടക്കുന്നത്, 10-ാം മാസം 2005. അങ്ങനെ വിവാഹം നടന്ന് കുറച്ച് ദിവസങ്ങൾ അങ്ങ് മുമ്പോട്ട് പോകുന്നു. അപ്പൊ എനിക്ക് ആദ്യം ഒരു പ്രഗ്നന്റ് ആയപ്പോ അത് അബോഷനായി ഹോസ്പിറ്റലിൽ പോയി. അവര് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു യൂട്രസിനകത്ത് 2 അറിയാൻ പറഞ്ഞു. അപ്പൊ ഒരെണ്ണം എടുത്തു മാറ്റിയാൽ മാത്രമേ മാറും, ഒരു കുഞ്ഞ് ഫോം ആവുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർമാര് അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഞങ്ങളുടെ ദേവദാസിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ദേവദാസൻ പറഞ്ഞു യൂട്രസ് ഒരു അറ എടുത്തു മാറ്റേണ്ട കാര്യമില്ല, അത് ശത്രു കൊണ്ടുവരുന്ന ഒരു തടസ്സമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് ദൈവം തലമുറ തരുമെന്ന് പറഞ്ഞു. ആ വാക്കിൽ വിശ്വസിച്ചു. ഞാൻ പിന്നെയും ദൈവത്തോട് തീരുമാനിച്ചു, കമ്മൾമാല ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക, കർത്താവ് നിനക്ക് വേണ്ടി ഞാൻ നിൽക്കുവാന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് അതെല്ലാം മാറ്റിയിട്ട് കർത്താവിന് വേണ്ടി പിന്നെയും ഞാൻ ഒരുപാടിടയായി. ദൈവം എനിക്ക് തലമുറയെ തന്നു. അത് പിന്നെ വേറെ ഒരു പ്രശ്നവും ദൈവം തലമുറയെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദൈവം തരുവാനിടയായി. അത് കഴിഞ്ഞ ശേഷം ആ പ്രസവത്തിന് അന്ന് എന്റെ ഹസ്ബൻഡിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ അവർ ഡോക്ടർമാർ കയറ്റി കാണിച്ചപ്പോൾ 2 അറ ഉണ്ട്. അപ്പൊ അവര് ഇങ്ങനെ കൈയിട്ട് കാണിച്ചു. എന്റെ ഹസ്ബൻഡ് കണ്ടതാണ്, കണ്ടിട്ട് 2 അര ഉണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ഒരെണ്ണം ഇപ്പൊ എടുത്ത് മാറ്റിയാൽ ബ്ലീഡിങ് നിൽക്കാതെ വരും, അതുകൊണ്ട് അപകടമാണ്, അതുകൊണ്ട് എടുത്തിപ്പോ മാറ്റുന്നില്ല, അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ അവരതൊന്നും ചെയ്തില്ല. ഓപ്പറേഷൻ കൂടിയാണ് എനിക്ക് ദൈവം ഒരു തലമുറ തന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം അന്ന് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ തന്നെ അടുത്ത കുഞ്ഞ് ഉണ്ടാകണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് ഞാൻ ഒരു സംശയത്തിന്റെ പേരിൽ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഇനി ഒരു കുഞ്ഞ് ഉണ്ടായിട്ട് വേണ്ടേ എന്ന് പറഞ്ഞ് ഡോക്ടറിന് മാറുവാനിടയായി. അപ്പം അവർ വിധി എഴുതി ഇനി എനിക്ക് കുഞ്ഞില്ല, ഇതൊരു കുഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു.
പറഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ ഭയങ്കര വിഷമമായിരുന്നു. എങ്ങനെ ഇനി മുമ്പോട്ട് പോകുന്നത്, ഒരു കുഞ്ഞ് മാത്രം മതിയോ എന്നൊക്കെ ഓർത്ത് വല്ലാത്ത വിഷമമായിരുന്നു. എങ്കിലും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്, അതുകൊണ്ട് ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, ദൈവം എനിക്ക് തരുന്നത് തരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഒരു 10-ാം മാസം ആയപ്പോഴത്തേക്ക് തന്നെ ഈ കുഞ്ഞു ഉണ്ടായി. 10-ാം മാസത്തിൽ തന്നെ അടുത്ത കുഞ്ഞിന് പോകാനിടയായി. അത് കഴിഞ്ഞ അങ്ങനെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ഒരു കുഞ്ഞ് വേണ്ടായിരുന്നു എന്നൊക്കെ ഓർത്ത് എൻ്റെ വീട്ടിലുള്ളവരെല്ലാം എതിർപ്പ് ഉണ്ടായി. എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളവരൊക്കെ എതിർത്തു. കുഞ്ഞിന് 10 മാസമല്ലേ ആയിട്ടുള്ളൂ, അടുത്തൊരു കുഞ്ഞ് വേണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ എൻ്റെ അമ്മ പറഞ്ഞു, ഒരു കുഞ്ഞ് ഉണ്ടാവൂല എന്ന് പറഞ്ഞ സമയത്ത് ദൈവം ഒരു കുഞ്ഞിനെ തന്നതല്ലേ, അതുകൊണ്ട് അത് വളർത്തണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം പറഞ്ഞു, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, ഇനി അടുത്ത ഒരു ഓപ്പറേഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആകും എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ഒരു പേടി ഉണ്ടായി. അങ്ങനെ വരുന്നപ്പോ പിന്നെ ഞങ്ങൾ ആ ഡോക്ടറെ തന്നെ പോയി കാണുവാനിടയായി. ഈ കുഞ്ഞിനെ എന്തായാലും അബോർഷൻ ചെയ്ത് കളഞ്ഞേക്കാം, കാരണം മൂത്ത കുഞ്ഞിനും പ്രായമായിട്ടില്ല, എനിക്കും പ്രശ്നം വരുമെന്ന് പറഞ്ഞ് എല്ലാവരും പേടിച്ച് ആ കുഞ്ഞിനെ നമ്മൾ വേണ്ടെന്ന് വെക്കാന്ന് പറഞ്ഞ് അങ്ങനെ അബോർഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനിടയായി. അവിടെ ചെന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ ലാബിലേക്ക് പോയിട്ട് ബ്ലഡിന്റെ ടെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ അങ്ങനെ എഴുതി കാണിച്ചു. ആ റിസൾട്ടിന്റെ മീതെ അങ്ങനെ എഴുതി കാണിച്ചു, ഫീമെയിൽ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങളുടെ ഫാമിലിയിൽ, അതായത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ എല്ലാം പിള്ളേരാ, ഒരു പെൺകുച്ചു പോലും ഇല്ല ആ സമയത്ത്. അപ്പൊ ചേട്ടനനിയന്മാരൊക്കെ ഉണ്ട്, അവർക്ക് പെൺകുഞ്ഞുങ്ങളേ ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഫീമെയിലിന് ദൈവം എഴുതി കാണിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് നീ എനിക്ക് എന്റെ ഉദരത്തിൽ വന്നിരിക്കുന്ന ഒരു പെൺകുഞ്ഞാണ് നീ തെളിയിച്ചല്ലോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ അവോയ്ഡ് ചെയ്യുന്നില്ല. ആരൊക്കെ എതിർത്താലും ആ കുഞ്ഞിനെ ഞാൻ വളർത്തുമെന്ന് ഉള്ള തീരുമാനത്തിൽ വന്നു. ഞാൻ ഡോക്ടറോട് പോയി പറഞ്ഞു, അബോർഷൻ ചെയ്യുന്നില്ല, ഞങ്ങൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. അന്നേരം പൊക്കോ, നിങ്ങളുടെ സന്തോഷം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇത് പെൺകുഞ്ഞാണ്, നമ്മൾ അബോർട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഒരു അപകടം വരരുത്, എന്റെ മൂത്ത പൈതലിന് ഒരു പ്രശ്നം വരരുത്, അടുത്തൊരു കുഞ്ഞിന് ദൈവം തരുവാണെങ്കിൽ അത് സന്തോഷത്തോടെ തന്നെ ദൈവം തരുവാനിടയാകട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിന് വിധേയപ്പെട്ടു. അടുത്ത പ്രസവത്തിന്റെ സമയത്ത് ഈ 2 അറിയാന്നുള്ളത് ഒന്നും റിപ്പോർട്ടിൽ വരുന്നില്ല. ആദ്യത്തെ ഇതിൽ വന്ന ഒരു സംഭവങ്ങളൊന്നും രണ്ടാമത്തെ പ്രസവത്തിൽ വരുന്നുമില്ല. അതിനെക്കുറിച്ച് ഡോക്ടർമാർ ചർച്ച ചെയ്യുന്നില്ല, ഒന്നുമില്ല. എവിടെ നിന്നാണ് ഈ കുഞ്ഞ് ഉണ്ടാകുന്നതെന്ന് ഒന്നും അറിയത്തില്ല. അന്ന് കുഞ്ഞ് ഉണ്ടായി. അതിന്റെ ഇടയിൽ ഞാൻ ഒത്തിരി ലോങ് ആയിട്ട് യാത്ര ചെയ്തു. ഇത് പോകുവാണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് എന്തൊക്കെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഒത്തിരി കഴിച്ചു. പോകുവാണെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് യാത്രയൊക്കെ ഒത്തിരി ചെയ്തു. യാത്ര ചെയ്തു ലാസ്റ്റ് സീറ്റിലാണ് പോയിരിക്കുന്നത്, ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ. അങ്ങനെയൊക്കെ ഒരുപാട് യാത്ര ചെയ്തു. ദൈവം അതിനെ മാറ്റാൻ സമ്മതിച്ചില്ല. ദൈവം എനിക്കൊരു പെൺപൈതൽ തരണമെന്നുണ്ടായിരുന്നു, അത് നിറവേറ്റി. അവസാനം എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് നൽകുവാനിടയായി. മൂത്തതാകുന്നു വന്നു. ഞങ്ങളെ സന്തോഷകരമായി ദൈവം നടത്തുന്നു. എല്ലാ സഹോദരിമാരെക്കാളും ഏറ്റവും സന്തോഷകരമായി ജീവിതം എനിക്ക് തന്നു. നല്ലൊരു പങ്കാളിയെ ദൈവം തന്നു. എല്ലാ കാര്യങ്ങളും ദൈവം നന്നായി നടത്തുന്നു. ഇപ്പോൾ പ്രദേശത്ത് കർത്താവിന്റെ സാക്ഷ്യമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം തന്നു. എല്ലാ നന്മകളും തന്നെ സർവശക്തനായ ദൈവത്തെ എല്ലാ മാന്യമൊക്കെ അർപ്പിക്കുന്നു. ഇങ്ങനെ ഈ ചാനലിൽ കൂടി കർത്താവിന്റെ നാമത്തിൽ കേൾക്കുവാൻ അവസരം തന്ന ദേവദാസനെ ദാസിക്കും പ്രത്യേക നന്ദി പറയുന്നു. എല്ലാം കേട്ടിരുന്ന എല്ലാവർക്കും പ്രൈസ് ലോർഡ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ശ്രീലങ്കയിൽ നിന്ന് കേരളത്തിൽ വന്നൊരു കുടുംബം ഒത്തിരി വെല്ലുവിളികളെ നേരിട്ട് വളർന്നു വന്ന ഒരു ബാല്യപ്രായമൊക്കെ, പക്ഷേ കർത്താവ് സഹായിപ്പാനിടയായി തീർന്നു. വിശ്വസ്തയോടുകൂടി കർത്താവിന് വേണ്ടി നിൽക്കാനിടയായി തീർന്നു. ദൈവം ഇനിയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, കുടുംബമായിട്ട് മാനിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുക. ഈ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സിസ്റ്റർക്ക് തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹപ്പെട്ട നിമിഷം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു നല്ലൊരു സാഹചര്യത്തെ കർത്താവ് തന്നല്ലോ. അങ്ങയുടെ നാമം മഹത്വമായിരിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈ ആശാദി എന്ന് പറഞ്ഞ ഈ ടെലിവിഷന്റെ മിനിസ്ട്രിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം ഇതിൽ കൂടി അനേക ജീവിതങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന ദൈവദാസനെ ദാസിയെ ദൈവം ശക്തമായി ഉപയോഗിക്കണം, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ഇത് പ്രയോജനം പെടുവാൻ കർത്താവെ അത്ഭുതം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ അങ്ങ് കർത്താവെ, നീ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ കണ്ണുകളെ ദൈവം തുറക്കണമേ. ഈ TV ചാനൽ മുഖാന്തരം അനേക കുടുംബങ്ങൾ കർത്താവിനെ അറിയുവാനിടയാകണം
അപ്പ അനേകരുടെ കുരുട്ട് കണ്ണുകൾ തിരക്കപ്പെടുവാൻ ഇടയാവണം കർത്താവേ. നീ അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ കൃപയ്ക്കായി സ്നേഹത്തിനായി കർത്താവ് നന്ദി പറയുന്ന കർത്താവേ. ദൈവപ്രവൃത്തി കാണുവാൻ ഇടയാവണമേ. പിന്നെയും കണ്ട് കർത്താവിന്റെ നാമത്തെ മഹത്വം കൊടുക്കുവാനുള്ള അവസരങ്ങൾ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസക്കാവിൽ നാം എല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സിസ്റ്ററുടെ മേൽ തൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കും. ദൈവം പിന്നെ കുടുംബമായിട്ട് നിങ്ങളെ പിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.